ചെന്താർമങ്ങും മുഖം ചേതന നയനയുഗം ചാരുനെറ്റിത്തടം നൽപൊൻതാരിൽ കാന്തി പൊങ്ങും പ്രഭയോട് പുരുരോമാളിയാളുന്ന പൂമൈ ചന്തത്തിൽ ജാനുവോളം വരും അരിയ കരാബ്ജങ്ങളും തുംഗഭക്തിയാ ചിന്തിച്ച് ഉള്ളത്തിലേന്തി ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴുന്നേ. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരത്ചന്ദ്രമരീചികേ. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ വന്ദനം. എൻ്റെ ഗുരുവിലേക്ക് എന്നെ കൈപിടിച്ച് നയിച്ച ആചാര്യ തൃപ്പാദങ്ങളിൽ വന്ദനം. എത്രയും ബഹുമാനപ്പെട്ട ഈ ശാഖയുടെ ഭരണചക്രം തിരിക്കുന്ന സാരഥികളെ, സർവോപരി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, എല്ലാവർക്കും ഗുരുദേവ തിരുനാമത്തിൽ വന്ദനം. നമ്മളിതിനു മുമ്പ് 3-4 മാസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നല്ലേ പരിചയപ്പെട്ടതാ. ആ ആൾ തന്നെയാണ് ഇന്ന് വരുന്നെന്ന് ഓർത്തായിരുന്നോ? പറഞ്ഞല്ലേ. അപ്പോൾ ഇന്നെന്നോട് നമ്മുടെ പ്രിയപ്പെട്ട അനീഷ ആവശ്യപ്പെട്ടത് ഗുരുദേവ കൃതികളിലൂടെ ഗുരുവിൻ്റെ ദർശനവും ധർമ്മവുമൊക്കെ ഒന്ന് പറയാനാണ്. നമ്മൾ പറഞ്ഞു വരുമ്പോൾ എപ്പോഴും ഗുരുദേവ കൃതികളിലൂടെ തന്നെയാണ് എല്ലാം പറയണേ അല്ലേ. ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് കുറച്ച് കാര്യം കൂടി അറിയണം അല്ലേ. ഗുരുദേവ തൃപ്പാദങ്ങളെ പരിചയപ്പെടുവാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള 3 മാർഗങ്ങളുണ്ടല്ലേ. ഏതൊക്കെയാണ് ആ മാർഗങ്ങൾ? ഏതൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് ഗുരുവിനെ അറിയാൻ സാധിക്കും? നമ്മളുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഈ ഒരു പുസ്തകം അല്ലേ, ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ജ്ഞാനതല്ലജങ്ങൾ എന്ന് പറയാം ഇതിനെ അല്ലേ. അപ്പോൾ വലിയ ഗ്രന്ഥകർത്താക്കന്മാരൊക്കെ പറയുന്നുണ്ട് ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങളുടെ ഓട്ടോബയോഗ്രഫിയാണ് ഏത്? ഗുരുദേവ കൃതികൾ അല്ലേ. ഇനിയും കണ്ടെടുക്കാനുണ്ട് വളരെയധികം കൃതികളൊക്കെ. കണ്ടെടുത്തത് മുഴുവനായിട്ട് നമുക്ക് ഇപ്പോഴും പൊതുജനങ്ങൾക്ക് ലഭിച്ചിട്ടുമില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ ഗുരുവിൻ്റെ കൃതികൾ, പിന്നെ ഈ ഒരു ഗ്രന്ഥം എന്ന് പറയുമ്പോൾ ഇതിനെ ശ്രുതി എന്നാണ് പറയണത്. എന്താ പറയണത്? ശ്രുതി ഗ്രന്ഥം. വീണ്ടും ഉണ്ട് മറ്റൊരു ഗ്രന്ഥം നമുക്ക് പഠിക്കുവാൻ തന്നിട്ടുണ്ട്, സ്മൃതി ഗ്രന്ഥം. ഏതാണ്? ശ്രീനാരായണ ധർമ്മം. കേട്ടിട്ടുണ്ടോ? വർഷങ്ങളോളം തപസ്സു ചെയ്തു ആര്? ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ. അവിടെ തപസ്സു ചെയ്തെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് തൻ്റെ ജ്ഞാനതല്ലജങ്ങളിൽ അല്ലേ, ജ്ഞാനവല്ലരിയിൽ പൂത്തുവന്ന പൂക്കളെയൊക്കെയും ഒന്നിച്ചാക്കി വെച്ചു ആര്? ഗുരു അല്ലേ. അവിടെ വെച്ച് സുബ്രഹ്മണ്യനെ വിളിച്ചതാവാം സുബ്രഹ്മണ്യ കീർത്തനം. പാടിയിട്ടുണ്ടല്ലേ. സുബ്രഹ്മണ്യ കീർത്തനത്തിൽ എങ്ങനെയാ പറയണത്? സുബ്രഹ്മണ്യ കീർത്തനത്തിൽ ഗുരുവിൻ്റെ ആഗ്രഹം എന്താണെന്ന് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ.
അല്ലെങ്കിൽ സുബ്രഹ്മണ്യനോട് പറയുന്നുണ്ട്, സുബ്രഹ്മണ്യ നീ ഇങ്ങനൊന്നും വെറുതെ ഇരുന്നാൽ പോരാ, മതിയോ? പോരാ, എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം സാധിക്കുവാൻ ഞാനിവിടെ വന്നിട്ടുണ്ട്. നീ എൻ്റെ കൂടെ വന്നെങ്കിൽ മാത്രമേ ആ ലക്ഷ്യസ്ഥാനത്ത് എനിക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. അല്ലേ? എന്താ പറഞ്ഞത്? ജ്യോതിശ്ചക്രം കണക്കൻ മനമുരുകി മറിഞ്ഞ് ആയുരന്തം വരും മുൻ ബോധക്കേടൊക്കെ നീക്കിത്തരിക. എന്താണ്? അമൃത് തൂകുന്ന പദമുള്ളവനെ. എന്നിട്ട് എന്താ പറഞ്ഞേ? പാതിപ്പെൺമെയ് മകൻ തന്നുടെ മേലേറിയാടുന്ന നേരം മോദിച്ചേതും മടിക്കാതെ അവനെ ഇവിടെ നീ കൊണ്ടുവാ തങ്കമയിലേ. പറഞ്ഞില്ലേ മയിലിനോട്? അപ്പോൾ അതിനു മുമ്പും ഭഗവാനോട് പറയുന്നുണ്ട്. എന്താ പറയണത്? എൻ്റെ ഷൺമുഖ. ഷൺമുഖ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാമല്ലേ എത്ര മുഖമുണ്ട്? എത്ര മുഖമുണ്ട്? ഷൺമുഖൻ. എത്ര മുഖമുണ്ട്? 6 മുഖമുണ്ടല്ലേ? കണ്ണുണ്ടീരാറ് കാതും കരവും അത് കണക്കുണ്ട്. പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? കണ്ണുണ്ടീരാറ് കാതും കരവും അത് കണക്കുണ്ട്. കാരുണ്യമോയി വണ്ണം മറ്റാർക്കുമില്ല. ഈ അടിമൈഹപ്പെടും പാടു കണ്ടില്ലയോ നീ? കണ്ണിൽ കണ്ടോർ പഴിക്കുന്നതും ഒരു ചെവി കൊണ്ടെങ്കിലും കേൾപ്പതില്ലേ? ദണ്ണം തീർത്തെന്നെ രക്ഷിച്ച് അഭയമരുളുവാൻ കഴിയുമൊന്നല്ലേ വേണ്ടൂ. എന്താ ചോദിച്ചത്? എൻ്റെ സുബ്രഹ്മണ്യ, നിനക്ക് 12 കണ്ണുണ്ടല്ലോ, 12 കാതുണ്ടല്ലോ, പിന്നെയോ കരവും കാലുമൊക്കെ അത് കണക്ക്, ആ കണക്ക് തന്നെ ഉണ്ടല്ലോ. ഒരെണ്ണം മുറിഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ 12 ആവശ്യമുണ്ടോ നിനക്ക് ഞങ്ങളെയൊക്കെ രക്ഷിക്കാൻ? ഉണ്ടോ? ഇല്ല. അപ്പൊ പറഞ്ഞാൽ കേൾവിയില്ലാത്തവനാണ് ആര്? ആരാ പറഞ്ഞാൽ കേൾവിയില്ലാത്തവൻ? സുബ്രഹ്മണ്യൻ. പറഞ്ഞാൽ കേൾവിയുണ്ടോ? നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക, എൻ്റെ ഭഗവാനേ, അല്ലേ? ശിവഭഗവാനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഭഗവാനെ, കുഞ്ഞുങ്ങൾക്കൊക്കെ തീരെ അനുസരണയില്ല, ഞാൻ ഇങ്ങോട്ട് വിളിച്ചാൽ എങ്ങോട്ട് പോവും? അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ ഭഗവാനെ, ഇവ നേരെ ആയിട്ട് എനിക്കൊന്ന് സമാധാനത്തിലിരിക്കാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ അവിടെ ഇരുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ തുറണം പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എവിടെ പോയത്? ഒരൊറ്റ പോക്ക് പോയതാ. തുണി പോലും ഇല്ലാതെ ഇരിക്കണേ, അല്ലേ? എവിടെ ഇരിക്കണേ? എവിടെ ഇരിക്കണേ? പളനി പോയിരിക്കുക, അല്ലേ? ആണ്ടവനാണ്. ഇങ്ങനെ സഞ്ചാരി, നിത്യസഞ്ചാരിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, അല്ലേ? ആ ചരിത്രമൊക്കെ നമുക്കിന്ന് പറയാനായിട്ടുള്ള സമയമില്ല. എങ്കിലും നമ്മൾ അറിയണം, ഇതാ പളനി ആണ്ടവർ അവിടെ പോയിരിക്കുന്നു, അല്ലേ? ബാലനായിട്ടല്ലേ അവിടെ ഇരിക്കുന്നത്? അതോ വലിയ പുരുഷനായിട്ടാണോ? അല്ല, ഒരു ചെറിയ കോണകമൊക്കെ കൊടുത്ത് പോയിട്ടുണ്ടോ പഴനിയിൽ? അവിടെ ചെല്ലുമ്പോൾ അറിയാം, അല്ലേ? എങ്ങനെ ഇരിക്കുന്നത്? സുന്ദരനായ സുബ്രഹ്മണ്യൻ. സുന്ദരനായ സുബ്രഹ്മണ്യനെയല്ലേ അവിടെ കാണുന്നത്? എന്തൊരു സൗന്ദര്യമാ സുബ്രഹ്മണ്യന്! അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത ആ മനോഹരമായ ശില്പം അവിടെ ഇരിക്കുന്നതല്ലേ? അവിടെയൊക്കെ ചെന്നൊന്ന് കാണണം ആ സുബ്രഹ്മണ്യനെ. ആ പളനിയിലിരിക്കുന്ന സുബ്രഹ്മണ്യനെയാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുന്നതോ, നീ മയിലിന്മേലെ കയറി വരണം, വേണ്ടേ? പാതിപ്പെൺമെയ് മകൻ നിൻ തിരുവടിയുടെ മേലേറിയാടുന്ന നേരം മോദിച്ചേതും മടിക്കാതെ അവനെ ഇവിടെ നീ കൊണ്ടുവാ തങ്കമയിലേ. മയിലിനെ സോപ്പിട്ടാ വിളിച്ചത്. അങ്ങനെ വിളിച്ചേ, തങ്കമയിലേ, നീ അവനെ എൻ്റെ മുന്നിൽ കൊണ്ടുവരണം. വല്ലോ രക്ഷയുണ്ടോ? വല്ലോ രക്ഷയുണ്ടോ? മയിൽ പറഞ്ഞാൽ വല്ല അനുസരണ ഉണ്ടോ? ഒരനുസരണയില്ലാത്ത ആളാണ് ആര്? സുബ്രഹ്മണ്യൻ. പിന്നെ പറയാം, നിനക്ക് അനുസരണയൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം എന്താ? നീ എന്നാ എടുത്ത ആളാണ്? നീ ഒരു കല്യാണം കഴിച്ചു. ആദ്യം കല്യാണം കഴിച്ച ആരെയാണ് കല്യാണം കഴിച്ചത്? ദേവസേനയെ കല്യാണം കഴിച്ചു, അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ എവിടെയാ? കുറവൻ്റെ കുടിയിൽ പോയില്ലേ? ഇതൊക്കെ ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങളാ, നമ്മൾ വേറെ എവിടുന്നും പറയുവല്ല.
എന്താണ്? കൂനിത്തന്തേനുമായി കുറവർ കുടിയതിൽ പെണ്ണെടുത്തുണ്ടതേക്കാൾ മാനക്കേടോ നിനക്കീ അഗതിയെ അവനം ചെയ്തു നിന്നോട് ചേർപ്പാൻ. ഇന്ന് വീട്ടിൽ ചെന്നതൊക്കെ ചൊല്ലി നോക്കണം കേട്ടോ. ചൊല്ലുമോ ഇതൊക്കെ സന്ധ്യയാവുമ്പോൾ ഇരുന്ന്? അപ്പോൾ എന്താണ്? കുറവർ കുടിയതിൽ പെണ്ണെടുത്ത് ഉണ്ടതേക്കാൾ നാണക്കേടാണോ നിന്നോട് ഈ അഗതിയെ ഒന്ന് ചേർത്ത് വെക്കാൻ ചോദിക്കുക ഗുരു, അല്ലേ? പിന്നെന്നാ, നീ അങ്ങനൊന്നും ചെയ്യുന്ന ആളൊന്നും അല്ലെന്ന് എനിക്കറിയാം, നീ അങ്ങനെ കൂട്ടത്തും ഇല്ലെന്ന് എനിക്കറിയാം. കാരണം എന്താണ്? നീ അവൻ്റെ മോനല്ലേ? ആരുടെ മോനാ? ഉണ്മാനില്ല ഞിരപ്പോട്ടൊരു വടിയും, അല്ലേ? ഒരു വടിയും കൊണ്ടു നീളെ നടക്കും പെൺമെയ് പങ്കൻ. ആരാ പെൺമെയ് പങ്കൻ? പെണ്ണിൻ്റെ മെയ് പകുതി പകുത്തെടുത്തവൻ ആരാ? ശിവനാ, അല്ലേ? പെൺമെയ് പങ്കൻ കവിള് കവിയുമാറുള്ള കള്ളും കുടിച്ചും ചുമ്മാ നടക്കുന്നവനാണോ? എങ്ങനെയുള്ള ആളാണ്? കള്ളും കുടിച്ച് നടക്കുന്ന ആളാ, അല്ലേ? കവിള് കവിയുമാറുള്ള കള്ളും കുടിച്ച് നടക്കുന്ന ആള്. പിന്നെ എന്നാ എടുക്കും? നിർമ്മാണം പോൽ ചിലപ്പോൾ അരയിലൊരു കരുത്തോലൊടുത്തും നടക്കും വന്മായം നിൻ തകർപ്പൻ വികൃതികൾ പറവാൻ ആദിശേഷനുമാമോ. എന്താ ചോദിച്ചത്? ചിലപ്പോഴൊക്കെ അരയിലൊരു കരുത്തോൽ ഒടുക്കെങ്കിലായി. അല്ലാത്തപ്പോൾ എങ്ങനെയാ? ശിവൻ ആനന്ദ നടനം ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ശിവൻ്റെ ആനന്ദ നടനം നമുക്കൊക്കെ ആനന്ദം തോന്നുന്ന നടനോ, അല്ലേ? എങ്ങനെയാ? ഒരു തുണി പോലും ഉടുക്കത്തില്ല. പാർവതിയുടെ കൂടെ ശിവൻ ഒരിക്കലും എവിടെ ഇരിക്കാറില്ല? കൈലാസത്തിൽ ഇരിപ്പ് കുറവാ. എവിടെ ഇരിക്കാനാണ് ഇഷ്ടം? എപ്പോഴും ചുടലക്കാട്ടിൽ ഭസ്മവും പൂശിയിരിക്കുന്ന ആ ശിവഭഗവാനെയാണ് ഗുരുതൃപാദങ്ങൾ നമുക്ക് കാട്ടി തന്നിരിക്കുന്നത്, അല്ലേ? ഇങ്ങനെ ചടുല നൃത്തം ചെയ്യുന്ന ശിവഭഗവാനെ നമുക്ക് കാട്ടിത്തരികയാണ്. ഗുരുദേവ കൃതികളിലെല്ലാം ആ ശിവൻ ടച്ചില്ലാത്ത ഒരു കൃതി പോലും ഇല്ല എന്ന് വേണം പറയാൻ. ഗുരുദേവ കൃതികൾ വായിക്കുമ്പോൾ നമുക്ക് നന്നായിട്ടറിയാം. അപ്പം ആ ശിവഭഗവാനെ ടച്ച് ചെയ്തുകൊണ്ടുള്ള കൃതികളാണ് എഴുതിയിരിക്കുന്നത് മുഴുവൻ. അങ്ങനെ അവിടെ വെച്ച് സുബ്രഹ്മണ്യനോട് വഴക്കുണ്ടാക്കിയും സുബ്രഹ്മണ്യനോട് എതിർത്തും, അല്ലെങ്കിൽ സുബ്രഹ്മണ്യ നീ എന്നെക്കാളും വലുതല്ലെന്നും ഒക്കെ പറഞ്ഞ് സുബ്രഹ്മണ്യനെ തൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്. ആര്? ഗുരുതൃപാദങ്ങൾ, അല്ലേ? അങ്ങനെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ വന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഗമുണ്ട് ആ ഒരു കൃതിയിൽ. ഏതാ? സ്പഷ്ടം നിലാവങ്ങു നീങ്ങി 12ാമത്തെ ശ്ലോകം. സുബ്രഹ്മണ്യ കീർത്തനത്തിലെ 12ാമത്തെ ശ്ലോകത്തിൽ നമ്മളോട് പറയുകയാണ്, സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു തട്ടിത്തട്ടി പെരുക്കി പെരുവെളിയതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. കാരണം എന്താ? നിന്നോട് ചേർത്ത് എന്നെ വെക്കാൻ സമയമായില്ല. കാരണം എന്താണ്? കഷ്ടം ദീനം പിടിച്ചോ മധുരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ. എന്ത് സംഭവിച്ചു? അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദീനം പിടിച്ചും മധുര കുടിച്ചും കിടക്കുന്ന ജനങ്ങളെ കണ്ടുകൊണ്ടാണ് നാം എന്ത് ചെയ്തത്? ഇവിടേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെയും കൂട്ടി എനിക്ക് എങ്ങോട്ട് പോകണം? ഈ ജനങ്ങളുടെ മധ്യത്തിലേക്ക് നിങ്ങളെയും കൂടെ കൊണ്ടു ചെല്ലണം. അവർക്കൊക്കെ ആവശ്യമുള്ളവ കൊടുക്കുവാനായിട്ട്. എന്തില്ല നമുക്ക്? എന്തില്ല? അറിവില്ല. ഉണ്ടോ? അറിവെന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. അറിവില്ല, ജീവിക്കാൻ വകയില്ല. ഉണ്ടോ? തിരിച്ചറിവ് എന്താണെന്ന്. തിരിച്ചറിവെന്ന് പറഞ്ഞാൽ എന്താ? അറിവാണോ തിരിച്ചറിവ്? അല്ല, രണ്ടും വളരെ വ്യത്യാസമുണ്ട്, അല്ലേ? അപ്പം ആ തിരിച്ചറിവില്ലാത്ത മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലണം നിങ്ങളുമായിട്ട്. എന്നിട്ട് അവരെ പരിചയപ്പെടുത്തണം. നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം. അല്ലാതെ എനിക്കിതിൻ്റെ മുകളിലിരുന്ന് സുഖിക്കാനാണ് വന്നത്? അല്ല. സ്തോത്രകൃതിയാണെങ്കിലും അതിൽ ഗുരുവിൻ്റെ ആ മനോഭാവം എന്താണെന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ്. അങ്ങനെ കഷ്ടം ദീനം പിടിച്ചും മധുര കുടിച്ചും കിടക്കുന്ന ജനങ്ങളെ രക്ഷിക്കുവാനായിട്ട് ഗുരുതൃപാദങ്ങൾ താഴേക്ക് ഇറങ്ങിപ്പോരുവാനായിട്ട്
ആരെ ക്ഷണിച്ചു? സുബ്രഹ്മണ്യൻ തന്നോട് ചേർന്നപ്പോൾ, അല്ലേ? പക്ഷേ ഗുരുവിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം സുബ്രഹ്മണ്യൻ തന്നോട് ചേരുക എന്നുള്ളതാണോ? അല്ല. സദാശിവദർശനത്തിൻ്റെ 5-ാമത്തെ ശ്ലോകത്തിൽ സദാശിവദർശനം ചൊല്ലിയിട്ടുണ്ടോ? അതിൻ്റെ 5-ാമത്തെ ശ്ലോകത്തിൽ നമ്മളോട് പറഞ്ഞു തരികയാണ് ഗുരുവിൻ്റെ ലക്ഷ്യം എന്താണ്. എന്താണ് ലക്ഷ്യം? ദൈവമേ നിനക്ക് നീയും ഞാനുമൊന്നു തന്നെ എന്നു കൈവരുന്നതെന്നിതെന്നി അടിയനില്ല കാംക്ഷിതം. അടിയന്റെ കാംക്ഷിതം കേട്ടോ. എന്താണ് ഗുരുവിന്റെ കാംക്ഷിതം? നീയും ഞാനും ഒന്നാണെന്നുള്ള വലിയ അറിവ് നമുക്കുണ്ടാവണം, അല്ലേ? ഈശ്വരനും ഞാനും ഒന്നാകും. ഞാൻ ഈശ്വരൻ തന്നെ, അറിവതു നാം അത് തന്നെ. ഗുരു പറഞ്ഞില്ലേ? ഇതാ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ഗദ്യകൃതികളൊക്കെയും എടുത്ത് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, അല്ലേ? ആത്മവിലാസം എന്ന് പറയുന്ന മനോഹരമായ ഗദ്യകൃതിയിൽ ഗുരു ആ ഈശ്വരനെ കണ്ടത് വളരെ മനോഹരമായിട്ട് നമുക്ക് വർണ്ണിച്ചു തന്നിരിക്കുകയാണ്, അല്ലേ? തപസ്സനുഷ്ഠിക്കുന്ന സമയത്ത് എപ്പോഴും വിശപ്പുണ്ടാവുമോ? ഉണ്ടാവോ? അപ്പോൾ തപസ്സിൻ്റെ ആ അവസാന ഘട്ടത്തിലെത്തി എന്ന് നമുക്ക് മനസ്സിലാകുകയാണ്. ജഡരാഗ്നി ആളിക്കത്തി ഒരു പാതിരാവിൽ. ആർക്ക്? ഗുരുവിന് ജഡരാഗ്നി ആളിക്കത്തി. അപ്പോൾ ആ ഗുഹയുടെ അന്തർഭാഗത്തു നിന്നും ഗുഹാമുഖത്തേക്ക് ഗുരു തൃപ്പാദങ്ങൾ കടന്നു വന്നിട്ട് ആ വലിയ വിശപ്പോടുകൂടി ഇരിക്കുകയാണ്. പാതിരാവിൽ ആണല്ലോ. ആ പാതിരാവിൽ ഇരിക്കുമ്പോൾ ഇതാ മരുത്വാ മലയുടെ പിൻഭാഗത്ത് നിന്ന്, കണ്ടിട്ടുണ്ടോ വടക്കുവശം, പിൻഭാഗത്ത് നിന്ന് ഒരു കണ്ണ് കാണാൻ വയ്യാത്ത കുഷ്ഠരോഗി കയ്യിൽ ജലവും അരിപ്പൊടിയും, അരിപ്പൊടിയുടെ പൊതി അല്ലേ ആയിട്ട് കടന്നു വരികയാണ് ഗുരുവിൻ്റെ അടുത്തേക്ക്. കടന്നു വരുമ്പോൾ എന്താ കാണുന്നത്? ജഡരാഗ്നി ശമിപ്പിക്കുവാൻ മാർഗമില്ലാതെ. അന്ന് വരെയും ഇങ്ങനെ കൊടുത്തിട്ടാണോ ഗുരു കഴിഞ്ഞതവിടെ? അല്ലല്ലോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? അന്ന് വരെയും ആരും കൊണ്ട് ഒന്നും കൊടുത്തിട്ടല്ല ഗുരു അവിടെ ജീവിച്ചത്. ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്തു കഴിച്ചിട്ടാണ്? കട്ടിക്കോടി ഇലയുടെ ചാറും അടപതിയൻ കിഴങ്ങും പ്രകൃതീശ്വരി കനിഞ്ഞു നൽകിയ ജലവുമൊക്കെ കുടിച്ചുകൊണ്ട് അവിടെ ഇരുന്ന യോഗീശ്വരന് പെട്ടെന്ന് ജഡരാഗ്നി ആളിക്കത്തിയിട്ട് എന്താണ്? ആ ജഡരാഗ്നി ശമിപ്പിക്കുവാൻ മാർഗമില്ലാതെ തളർന്നിരിക്കുമ്പോൾ എന്താണ്? വടക്കു ഭാഗത്ത് നിന്നൊരു കുഷ്ഠരോഗി കയറി വന്നിട്ട് ചോദിക്കുന്നു, വിശക്കുന്നുണ്ടല്ലേ? ചോദിച്ചില്ലേ? അപ്പോൾ എന്താ പറഞ്ഞത്? വിശക്കുന്നുണ്ട്. കയ്യിലിരുന്ന അരിപ്പൊടി, ആ ഇല, പൊതിഞ്ഞു വെച്ചിരുന്ന ഇല എന്തു ചെയ്തു? നിവർത്തി വെച്ചു കൊടുത്തു. എന്നിട്ടോ കുഷ്ഠം വന്ന കൈകൊണ്ടാണ് അതിനെ ഇളക്കിക്കൊടുത്തത്. ഗുരു എങ്ങനെയുള്ള ആളാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? എങ്ങനെയുള്ള ആളാണെന്നാണ് പഠിച്ചിരിക്കുന്നത് നമ്മൾ? വലിയ ശുദ്ധവൃത്തിക്കാരനാണ്, അല്ലേ? ശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മളോട് ശുദ്ധി പഞ്ചകം പറഞ്ഞു തരുമ്പോൾ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ശുദ്ധി പഞ്ചകം ഏതൊക്കെയാണ്? പഞ്ചശുദ്ധികൾ? ഒന്നും അറിയാൻ മേലാത്ത പോലെ ഇരിക്കുന്ന കേട്ടോ. ഗൃഹശുദ്ധി, ശരീരശുദ്ധി, ഇന്ദ്രിയശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി. വേണ്ടേ? 5 ശുദ്ധികളെ പ്രധാനമായി പഠിപ്പിച്ചു തന്ന ഗുരുതൃപ്പാദങ്ങൾ അത് പഠിപ്പിക്കുകയല്ലായിരുന്നോ, ജീവിതത്തിൽ അത് നമുക്ക് കാട്ടിത്തരികയായിരുന്നു. ആയിരുന്നല്ലോ. എങ്ങനെയാ പറഞ്ഞു തന്നത്? അതായത് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞിട്ടുണ്ട് ഗുരുവിൻ്റെ ശുദ്ധി നമുക്ക് കാട്ടിത്തന്നത് എങ്ങനെയാന്ന്. ഗൃഹം വസ്ത്രം ദേഹം ആശനം ആശയം ഇതുകളിൽ ഞങ്ങൾ പരമശുദ്ധിയെ സ്വയം അനുഷ്ഠിക്കാൻ പറയാതോതുമ തിരുസന്നിധാനമലഭ്യമായല്ലോ. എവിടെയാ പറഞ്ഞേ? മഹാസമാധിഗാനം അല്ലേ? സമാധിഗാനത്തിൽ നമുക്ക് പറഞ്ഞത് എങ്ങനെയാ? ഗൃഹവും വസ്ത്രവും ദേഹവും അശനവും ആശയവും ശുദ്ധമായി സൂക്ഷിക്കാൻ പറയാതെ ഓതി. പറയാതെ ഓതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കാട്ടിത്തരികയാണ് അതെല്ലാം, അല്ലേ? അങ്ങനെ കാട്ടിത്തന്ന ശുദ്ധമാനസനായ ഗുരുവിൻ്റെ അടുത്താണ് കുഷ്ഠരോഗിയായ ആള്
ആ കുഷ്ഠരോഗം വന്ന കൈകൾ കൊണ്ട് ഇളക്കിയ ഭക്ഷണം കൊടുത്തത് അല്ലേ? പക്ഷേ ജഡരാഗ്നി ശമിപ്പിക്കുവാൻ ഗുരു അവിടെ ആരാണ് വന്നതെന്ന് പോലും നോക്കണില്ല. ഉണ്ടോ? അത് വാരി വാരി രണ്ടാളും ഒന്നിച്ച് ഭക്ഷിച്ചതിന് ശേഷമാണ് താൻ യഥാർത്ഥ പ്രജ്ഞയിലേക്ക് തിരിച്ചു വന്നത്. അപ്പോഴാണ് ചിന്തിക്കുന്നത്, ഈ പാതിരാവിൽ ആരാ നമുക്ക് ഭക്ഷണം തരാൻ ഇവിടെ വന്നത്? ഭക്ഷണം തരാൻ വന്ന ആള് എങ്കിലൊന്ന് ആലോചിച്ച് ആരാണെന്ന് ചുറ്റും നോക്കുമ്പോൾ കാണുന്നുണ്ടോ? അവിടെ കാണുന്നില്ല ആളെ അല്ലേ? അപ്പോഴാണ് കണ്ണടച്ചത്. ദൈവമേ, എങ്ങനെ ഇവിടെ വന്നു? ഈ കുഷ്ഠരോഗിയായ കണ്ണ് കാണാൻ വയ്യാത്ത ആള് നമുക്കിപ്പോൾ തന്നെ പോകാൻ പറ്റുമോ? പെട്ടെന്ന് തന്നെ മരുത്തോമലയ്ക്ക് രാത്രിക്ക്? പകല് തന്നെ എന്ത് പാടുപെട്ട് നമ്മൾ കയറുന്നത് അല്ലേ? ഇപ്പോൾ നടുവേദനയും കാലുവേദനയും മുട്ടുവേദനയും ഉള്ളവരൊക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഭഗവാനോട്, എൻ്റെ ഭഗവാനെ, അടുത്ത തീർത്ഥാടനത്തിന് ഞാൻ എവിടെ വന്നേക്കാം? മരുത്വാമല കയറിയേക്കാം, എൻ്റെ മുട്ടുവേദന മാറ്റണേ അല്ലേ? ഭഗവാൻ മുട്ടുവേദനയൊക്കെ മാറ്റി നമ്മൾ മരുത്വാമല കയറാൻ അങ്ങോട്ട് ചെല്ലും അല്ലേ? ആ പടിയൊക്കെ ഇങ്ങോട്ട് കയറി, കുറേ പടിയുണ്ട്. പടിയൊക്കെ കയറിയിട്ട് ഇങ്ങനെ അങ്ങോട്ടൊരു നിപ്പുണ്ട്. എന്നിട്ട് മേളിൽ നിന്ന് വരുന്നവരോട് ചോദിക്കും, ഇനി ഒത്തിരി ഉണ്ടോ? ചോദിക്കാത്ത ഒരൊറ്റ മനുഷ്യർ പോലും ഇല്ല. ഉണ്ടോ? നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യം, ആദ്യമായിട്ട് കയറുന്നവരാണെങ്കിൽ കൃത്യമായിട്ടും ചോദിക്കുന്നുണ്ട്, എടി എന്നാൽ തിരിച്ചിറങ്ങിയാലോ? അങ്ങനെയും പറയുന്നവരുണ്ട് ഇല്ലേ? അപ്പോൾ നമ്മളിതൊക്കെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കണ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ മരുത്വാമലയിൽ 135 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണ് കാണാൻ വയ്യാത്ത ഒരു കുഷ്ഠരോഗി ആ വടക്ക് ഭാഗത്തു നിന്ന്, ഒരു പടിയില്ല, പടിക്കെട്ടുമില്ല, ഒന്നുമില്ല, കുറേ കള്ളിമുള്ളി ചെടികൾ അവിടെ നിൽക്കണേ അല്ലേ? ഇതിൻ്റെ വഴി കയറി വന്ന എങ്ങനെ? ഗുരു കണ്ണടച്ച് ധ്യാനിച്ചിരുന്നു. അപ്പോൾ എന്താ കാണുന്നത്? ഇതാ ഒരു വലിയ പ്രകാശത്തെ കാണുകയാണ് അല്ലേ? വലിയ പ്രകാശത്തെ എങ്ങനെയാ കണ്ടത്? അടിമുടിയറ്റ് കണ്ടില്ലേ? അടിമുടിയറ്റൊരു പ്രകാശത്തെയാണ് കാണുന്നത്. കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുമ്പോൾ അത് തൻ്റെ ശരീരത്തിലേക്ക് വന്ന് കയറുന്നതായി ആരറിഞ്ഞു? ഗുരു അറിയുകയാണ് അല്ലേ? തൻ്റെ ശരീരം ജഡമായിരുന്നു അല്ലേ? ഇതാ ഇപ്പോൾ പ്രകാശമുള്ളതായി മാറിയിരിക്കുന്നു. താൻ പ്രകാശിതനായി മാറി. ചുറ്റുമുള്ളതെല്ലാം ഈ പ്രകാശം കൊണ്ട് അല്ലേ? നമ്മളിൽ പ്രകാശമുണ്ടെങ്കിൽ മാത്രമേ ചുറ്റുമുള്ളതിനെ എങ്ങനെ കാണുകയുള്ളൂ? നമ്മളിൽ നന്മയുണ്ടെങ്കിൽ മാത്രമേ ചുറ്റുമുള്ളതിനും എന്ത് കാണുകയുള്ളൂ? നന്മ. നമ്മളിൽ നിറച്ചും തിന്മയായിരിക്കുന്നതെങ്കിലോ പുറത്തുള്ളതിനും എന്തൊക്കെയേ നമ്മൾ കാണുള്ളൂ? തിന്മ മാത്രമേ കാണുള്ളൂ അല്ലേ? അപ്പോൾ നമ്മളിൽ ഇരുട്ടാണേ പുറത്തും ഇരുട്ട്, നമ്മളിൽ പ്രകാശമാണെങ്കിലോ പുറത്തും പ്രകാശമാണ് അല്ലേ? ഇതാ പ്രകാശിതനായ ഗുരു പറയാണ്, നാം ഇതാ ദൈവത്തിൻ്റെ രൂപത്തെ കാണുന്നു. ദൈവം കണ്ണില്ലാതെ കാണുകയും പറഞ്ഞു. ഇന്ദ്രിയമില്ലാത്ത ദൈവത്തെ പറ്റി അവിടെ പറയുന്നത് അല്ലേ? എന്താ പറയുന്നത്? കണ്ണില്ലാതെ കാണുകയും, മൂക്കില്ലാതെ ശ്വസിക്കുകയും, നാക്കില്ലാതെ രസിക്കുകയും, പിന്നെയോ ത്വക്കില്ലാതെ സ്പർശിക്കുകയും, ചെവിയില്ലാതെ കേൾക്കുകയും കഴിഞ്ഞ ചിത് പുരുഷനാകുന്നു. ആ ചിത് പുരുഷൻ്റെ പ്രതിപുരുഷനാകുന്നു നാം. അങ്ങനല്ലേ പറഞ്ഞത്? ഇതാ നമുക്കിനി വ്യവഹരിക്കുവാൻ സാധ്യമല്ല. നീ വ്യവഹരിക്കുവാൻ പാടുണ്ടോ? ഇല്ല. നാം ദൈവത്തോട് ചേർന്നിരിക്കുന്നു. നാമും ദൈവവും ഒന്നായിരിക്കുന്നു. ആഗ്രഹം എങ്ങനെയാ പറഞ്ഞത്? സദാശിവ ദർശനത്തിൽ ആഗ്രഹം എങ്ങനെയാ പറഞ്ഞത്? ദൈവമേ നിനയ്ക്ക നീയും ഞാനും ഒന്നു തന്നെ എന്നു കൈവരുന്നതെന്നിതെന്നി അടിയനില്ല കാംക്ഷിതം അല്ലേ? ഇതാ ഈശ്വരനും ഞാനും ഒന്നായി തീർന്നിരിക്കുന്നു. വീണ്ടും ആ സദാശിവ ദർശനത്തിൻ്റെ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, നമുക്ക് കിട്ടിയത് മഹാവിഷ്ണുവിനും ബ്രഹ്മാവിനും പോലും കിട്ടിയിട്ടില്ല. ഉണ്ടോ? കിട്ടിയിട്ടുണ്ടോ? ഇതാ നമുക്ക് കിട്ടിയത് മഹാവിഷ്ണുവിനും ബ്രഹ്മാവിനും പോലും കിട്ടിയിട്ടില്ല. എങ്ങനെയാ പറഞ്ഞത്? അടിക്കു പന്നിപ്പോയി നിൻമുടിക്കൊരന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. ഏത് രൂപത്തിലാ കണ്ടത്? ശിവനെ എങ്ങനെയാ കണ്ടത്? അഗ്നിശൈലമായിട്ടാണ് കണ്ടത് അല്ലേ? അതാണ് ഇങ്ങനെ പാടുന്നത്, അടിക്കു പന്നിപ്പോയി നിൻമുടിക്കൊരന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ. അതാണ് എങ്ങനെയാണ്? ഇന്ദ്രിയങ്ങളോടെ
എടുത്തു വിഴുങ്ങി. ആരെ? ഗുരുവിനെ അല്ലേ? എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമ ശിവായ നായക നമോ നമ. ഇന്ദ്രിയങ്ങളോടുകൂടി എന്നെ വിഴുങ്ങി. ആരെ വിഴുങ്ങിയിട്ടില്ല? ആര് കണ്ടിട്ടില്ല ശിവനെ? ഈ അഗ്നിശൈലത്തെ ആര് കണ്ടിട്ടില്ല എന്നാ പറഞ്ഞത്? ബ്രഹ്മാവും വിഷ്ണുവും അല്ലേ? ഇത് തന്നെയാണ് കുണ്ടലിനിപ്പാട്ടിലും പറഞ്ഞു തരുന്നത്. എന്താ കുണ്ടലിനിപ്പാട്ടി പറയുന്നത്? പൂമലരോനും തിരുമാലുമാരും പൊൻപൂമേനി കണ്ടില്ലെന്നാടു പാമ്പേ. കേട്ടിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടല്ലേ? ഇങ്ങനെയൊക്കെ ഞങ്ങൾ കൃതിയിൽ ഇതൊക്കെ വായിച്ചിട്ടുള്ളതാണല്ലോ എന്നിപ്പോൾ ചിന്തിക്കുന്നില്ലേ? കുണ്ടലിനിപ്പാട്ടിൽ എന്താ പറഞ്ഞു തന്നത്? പൂമലരോനും തിരുമാലുമാരും പൊൻപൂമേനി കണ്ടില്ലെന്നാടു പാമ്പേ. ഇതിൻ്റെ ചരിത്രം അറിയാവോ? കേട്ടിട്ടുണ്ടോ ചരിത്രം? അറിയാം അല്ലേ? എല്ലാവരും കേട്ടിട്ടുള്ള കഥയാണ്. അതായത് ബ്രഹ്മാവും വിഷ്ണുവും കൂടി ഒരു പന്തയം വെച്ച് ഭൂമിയിൽ ആരാണ് വലിയവൻ അറിയണ്ടേ? അതിനു വേണ്ടി ഇതാ ഭഗവാന്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് അങ്ങ് പറയണം. അപ്പോൾ അഗ്നിശൈലം പോലെ ഭഗവാൻ നിൽക്കുകയാണ്. അഗ്നിശൈലം പോലെ ഭഗവാൻ നിന്നപ്പോൾ പറഞ്ഞെന്താ? ഇതിൻ്റെ താഴവും മേളും അറ്റം കണ്ടുപിടിക്കണം. വേണ്ടേ? അറ്റം കാണുവാനായിട്ട് അടിക്ക് പന്നി പോയി. അടിയിലേക്ക് പന്നിയുടെ രൂപത്തിൽ ആര് പോയി? മഹാവിഷ്ണു പോയി. മുകളിലേക്കോ? മുടിക്കൊരന്നവും പറന്നടുത്തു. മുടിക്ക് മുകളിലേക്ക് ആര് പോയി? അരയന്നത്തിൻ്റെ രൂപത്തിൽ ബ്രഹ്മാവും പോയി അല്ലേ? അങ്ങനെ ബ്രഹ്മാവും മഹാവിഷ്ണുവും യാത്ര ചെയ്തു. 1000 ആണ്ടുകൾ കടന്നു പോവുകയാണ്. ബ്രഹ്മാവ് മുകളിലേക്ക് പോയി, താഴേക്ക് ആര് പോയി? മഹാവിഷ്ണു പോവുകയാണ്. ചെന്നിട്ട് അറ്റം കാണാൻ പറ്റുമോ? ഇല്ല. മഹാവിഷ്ണു തോറ്റു മടങ്ങി. സത്യസന്ധനായിരുന്നു ആര്? മഹാവിഷ്ണു. ബ്രഹ്മാവിന് എത്ര തലയുണ്ട്? എത്ര തലയുണ്ട്? ബ്രഹ്മാവിന് എത്ര തലയുണ്ട്? പാടിയിട്ടുണ്ട് പഞ്ചമുഖൻ എന്നല്ലേ? 5 തലയുണ്ടായിരുന്നു. ഇപ്പം എത്രയുണ്ട്? ഒറ്റ തലയെ കിള്ളിക്കളഞ്ഞിട്ടുള്ളൂ അല്ലേ? ഇപ്പോൾ 4 തല. അപ്പോൾ നമ്മളൊക്കെ സീരിയലൊക്കെ കാണുന്നതുകൊണ്ട് എത്ര തലയെ കാണാൻ പറ്റുന്നുള്ളൂ? ഒരാളുടെ അംഗം കുറവ്, അത്രയും ഒരാൾ കുറവാണ്. അത്രയും നന്നായി സംവിധായകന്. അതുകൊണ്ടാണ് പുറകുവശം കാണിക്കാത്തത്. ഇതുവരെ കാണിച്ചിട്ടുണ്ടോ ബ്രഹ്മാവിൻ്റെ പുറകുവശം? നമ്മളെ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? പുറകിലൊരു തലയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം 4 മുഖമുള്ളൂ. ചതുർമുഖനാണ്. അതിൻ്റെ ചരിത്രമാണത്. അതായത് മുകളിലേക്ക് പോയ ബ്രഹ്മാവ് എന്താ സംഭവിച്ചു? മുകളിലേക്ക് പോയി ഇതിൻ്റെ അഗ്രം കാണാനില്ല. തനിക്ക് ഒന്നാമത് എത്തണമെന്നുള്ള ആഗ്രഹവും. അതുകൊണ്ട് മുകളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ വിചാരിക്കുക, എങ്ങനെയല്ലോ ഇതിൻ്റെ അഗ്രം കണ്ടവർ ആരെങ്കിലും ഇങ്ങോട്ട് വരികയായിരുന്നെങ്കിൽ അവരെ ഒന്ന് സോപ്പിട്ട് പിടിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ സാധിക്കാം എന്ന് വിചാരിച്ച് വരുമ്പോഴാണ് മുകളിൽ നിന്ന് കൈതപ്പൂ കേട്ടിട്ടുണ്ടോ? കൈതപ്പൂവിന് നല്ല മണമല്ലേ? ഹോ, പണ്ടൊക്കെ ഇങ്ങനെ ഒരു സിനിമാ പാട്ടുണ്ടല്ലോ കൈതപ്പൂവിനെ പറ്റി. കന്നി നിലാവത്ത് കസ്തൂരി ഭൂഷണ കൈതേ കൈനാറി. കേട്ടിട്ടില്ലേ? പീലിയിലെ പാടുന്നത്. കയ്യിലിരിക്കണ കസ്തൂരി മാമ്പഴം കാറ്റിൻ്റെ കയ്യിൽ കൊടുത്താട്ടെ, പഴയ കാലമൊക്കെ ഓർത്തോ? എല്ലാവരും ഓർത്തോ അല്ലേ? ആ പഴയ പാട്ട്. അപ്പോൾ അങ്ങനെ ആ കൈതപ്പൂവിന് അത്ര മനോഹരമായ സ്വർഗത്തിലെ പുഷ്പമാണ് കേതകി പുഷ്പം. അതിങ്ങനെ വരുമ്പോൾ ആ കൈതപ്പൂവ് ഇങ്ങനെ വരുമ്പോൾ ആര് കാണുന്നു? ബ്രഹ്മാവ് കാണുകയാണ് അല്ലേ? ബ്രഹ്മാവ് പറയാണ്, നീ സ്വർഗത്തിൽ നിന്ന് വരുന്ന പുഷ്പമല്ലേ, അപ്പം നീ കണ്ടു കാണുമല്ലോ ഇതിൻ്റെ അഗ്രം. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അഗ്രം കണ്ടെന്ന് നീ താഴെ ചെന്നെന്ന് ഭഗവാനോട് പറയണം. ഞാൻ പറയുമ്പോൾ നീ ഒന്ന് ഏസ് വെച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. കൈതപ്പൂ അങ്ങ് സമ്മതിച്ചു. അപ്പോൾ ഒരാളെയും കൂടെ, നമുക്ക് 2 പേര് ജാമ്യക്കാരുണ്ടെങ്കിൽ നല്ലതല്ലേ? ഇച്ചിരി ഉറപ്പാണ് അല്ലേ? അപ്പോൾ ഒരാളെയും കൂടെ എന്നാൽ വേണം എന്നോർത്ത് ഇങ്ങനെ ചെല്ലുമ്പോഴാണ് അവിടെ നിന്ന് കാമധേനു, കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ കാമധേനു ഇങ്ങോട്ട് വരിക. കാമധേനുവിനോട് ഇങ്ങനെ പറഞ്ഞു,
നീയും കൂടെ ഒന്ന് പറയണം കേട്ടോ. പറയാമെന്നൊക്കെ പറഞ്ഞു ഭൂമിയിൽ വന്നു. വിഷ്ണു തോറ്റു മടങ്ങി, ബ്രഹ്മാവ് ജയിച്ചെന്ന് വരുത്തി മടങ്ങി ഇവിടെ വന്ന് ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്. വിഷ്ണു പറഞ്ഞു, ഇത്ര കാലവും സഞ്ചരിച്ചിട്ട് എനിക്ക് എന്ത് കാണാൻ പറ്റിയില്ല? ഇതിൻ്റെ അഗ്രം കാണാൻ പറ്റിയില്ല. ബ്രഹ്മാവ് പറയാ, പക്ഷേ ഞാൻ കണ്ടു. കണ്ടില്ലേ? കണ്ടു. ദേ തെളിവുണ്ട്. എന്ത് തെളിവ്? കൈതപ്പൂ തെളിവുണ്ട്. കൈതപ്പൂ പറഞ്ഞു, ശരിയാ, കണ്ടതാ. ഭഗവാൻ അറിയാൻ കണ്ടില്ല എന്നല്ലേ? ഇതാ ഭഗവാൻ പറഞ്ഞു, കണ്ടില്ല എന്ന് തീർച്ചയുള്ള ഭഗവാൻ പറഞ്ഞു, കള്ളം പറഞ്ഞ നിനക്കൊരു ശിക്ഷയിരിക്കട്ടെ. കൈതപ്പൂവിനൊരു ശിക്ഷ കൊടുത്തു. കൈനാറി എന്നൊക്കെ ഞാൻ പാടിയില്ലേ? ഈ കൈതപ്പൂവിനെ നമ്മൾ എന്തിനെടുക്കില്ല? പൂജയ്ക്കെടുക്കാത്ത പൂവായി മാറി. ആര്? കൈതപ്പൂ. ഭഗവാനെ പിടിച്ചു കെട്ടാൻ ചെന്നാൽ നടക്കുമോ? നടക്കില്ല അല്ലേ? ഇതാ ഇവിടെ നടന്നത് ആർക്കാണ്? ഗുരുവിനാ നടന്നത് അല്ലേ? അപ്പോൾ ആ കൈതപ്പൂവിനെ അങ്ങനെ പൂജയിൽ നിന്ന് ഒഴിവാക്കി ബ്രഹ്മാവിനെ എന്ത് ചെയ്തു? ദേഷ്യം വന്നിട്ട് നുണ പറഞ്ഞ തലയിഞ്ഞ് പിഴുതെടുത്ത് കളഞ്ഞു. ഈ വിരലിൽ നമ്മൾ എന്തിടും? ഈശ്വര കർമ്മം ചെയ്യുമ്പോൾ എന്തിടും? പവിത്രം. ഇതിനെ പവിത്രമാക്കുവാൻ വേണ്ടി ഈ വിരൽ എന്ത് ചെയ്തതാണ്? ബ്രഹ്മഹത്യ ചെയ്ത വിരലാണ്. ഇതിനെ പവിത്രമാക്കുവാൻ നമ്മൾ ഈശ്വരീയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തിടും? പവിത്രമിടും. കണ്ടിട്ടുണ്ടോ? ബ്രഹ്മാവിൻ്റെ തല നുള്ളിക്കളഞ്ഞ വിരലാണ്. അങ്ങനെ വീണ്ടും പറഞ്ഞു, നിനക്ക് ഭൂമിയിൽ പൂജയില്ലാതെ പോവട്ടെ. പൂജയുണ്ടോ? ഇല്ല. അതാണ് ഗുരു ഇവിടെ അനുസ്മരിച്ച് പാടിയത്. എന്ത്? അടിക്കു പന്നി പോയി അല്ലേ? പക്ഷേ കാമധേനുവിന് നല്ലൊരു അനുഗ്രഹം കിട്ടി. കാരണം കാമധേനു തല കൊണ്ട് പറഞ്ഞു കണ്ടു, പക്ഷെ വാലുകൊണ്ട് പറഞ്ഞു കണ്ടില്ല. പറഞ്ഞ മനസ്സിലായോ? പാതി കള്ളവും പാതി സത്യവും ആര് പറഞ്ഞു? ഇപ്പോഴാണ് നമ്മുടെ ഇവിടെ സിമെൻറ്റും ടൈലും ഒക്കെ. പണ്ടൊക്കെ എന്നായിരുന്നു ഉപയോഗിച്ചിരുന്നത്? കാമധേനുവിൻ്റെ പുറകിൽ നിന്ന് വരുന്ന സാധനം മതിയായിരുന്നു നമുക്ക് പൂജയ്ക്ക് അല്ലേ? പഞ്ചഗവ്യമില്ലാതെ പൂജ നടക്കുമോ? നടക്കില്ല. പിന്നാമ്പുറം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. പക്ഷേ പശുവിൻ്റെ മുഖം കണ്ടുകൊണ്ട് എവിടെ പോയാലും അശുഭമാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? പശുവിൻ്റെ മുഖം കണ്ടുകൊണ്ട് എവിടെ പോയാലും അശുഭമാണ്. പശുവിൻ്റെ എവിടെ കണ്ടുകൊണ്ട് പോകണം? പിന്നാമ്പുറം കണ്ടുകൊണ്ട് പോകണം. നമ്മുടെ പിള്ളേരെയൊക്കെ നമ്മൾ മാറോട് ചേർത്ത് വാവാവൊക്കെ വെക്കും. പക്ഷേ നമ്മുടെ പണ്ടൊക്കെ കൊച്ച് അപ്പിയിട്ടാൽ ഉടനെ ഈ ചാണകം മെഴുകിയ തറയിൽ അപ്പിയിട്ടെങ്കിൽ നമ്മളെന്നെ എടുക്കും. കൊച്ചിൻ്റെ അപ്പി വാരി ദൂരെ കൊണ്ട് കളഞ്ഞിട്ട് അവിടെ ആരുടെ അപ്പിയിടും? എന്നാ സന്തോഷമാണെന്നറിയാം നമുക്ക് അല്ലേ? അങ്ങനെ ആ പശുവിൻ്റെ അപ്പിയോടും പശുവിൻ്റെ മൂത്രത്തോടും അല്ലേ, പാലിനോടും തൈരിനോടും നെയ്യോടും ഒക്കെ നമുക്ക് വലിയ ആദരവാണ്. മനസ്സിലായോ? സത്യത്തിൻ്റെ വിലയാണത്. അതിനെപ്പറ്റിയാണ് ഗുരു ഈ സദാശിവ ദർശനത്തിൻ്റെ അവസാനത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ നാം ദൈവത്തോട് ചേർന്നു അല്ലേ? ആ ദൈവത്തോട് ചേർന്ന് ആ ദൈവത്തെ കണ്ടതെങ്ങനെയാണെന്ന് ഗുരു വലിയ ഇതായിട്ട് ഗുരു വിവരിച്ചിട്ടുണ്ട് അല്ലേ? എങ്ങനാ? ഒരു കോടി ദിവാകരൊത്തുയരും പടി പാറോടു നീരനലാദികളും കെടുമാറു കിളന്നു വരുന്നൊരു നിൻ വടിവെന്നുമിരുന്നു വിളങ്ങിടണം ചിജ്ജട ചിന്തന. എത്ര മനോഹരമായിട്ടാണ് അല്ലേ? ഒരു കോടി ദിവാകരൊത്തുയരും പടി പാരോട് നീരനലാദികളും കെടുമാറി കിളർന്നു വരുന്നു അല്ലേ? ആ വിവേകവൃത്തി എങ്ങനെയാ വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വിവേകവൃത്തി എങ്ങനെയാണ് ഗുരുവിലേക്ക് വന്നു ചേർന്നതെന്ന് മനോഹരമായിട്ട് ഈ മരുത്വാമലയിൽ ഇരുന്നു കൊണ്ട് തന്നെ എഴുതിയ മനോഹരമായ 100 മന്ത്രങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതാണെന്നറിയാവോ? ശിവശതകം. കേട്ടിട്ടുണ്ടോ? ശിവശതകം അല്ലേ? ജീവിതത്തിൻ്റെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ അനുഭവിച്ച സർവകാര്യങ്ങളും എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? ശിവശതകത്തിൽ അല്ലേ? എഴുതി മനോഹരമാക്കി നമുക്ക് തന്നിട്ടുണ്ട്. ഇനിയും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരാ അല്ലേ? എപ്പോഴും നമ്മളെങ്ങനെയാ? ശിവപ്രസാദ പഞ്ചകത്തിൽ പറയുന്നുണ്ട് നമുക്കെങ്ങനെയാ? പൊരുളെന്നുമുടം പൊടുമക്കളുയർത്തിരളെന്നും ഇതൊക്കെ അനർത്ഥകരം. ഗുരു പറഞ്ഞു തരിക അല്ലേ? നമുക്ക് പൊരുളെന്നും ഉടമ്പെന്നും മക്കളെന്നും എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അല്ലേ? എന്താണ്? നമുക്ക് ധനം വേണം,
നമുക്ക് മക്കൾ വേണം, നമ്മുടെ ശരീരം നന്നായിരിക്കണം, വേണ്ടേ? ഇതൊക്കെയാണ് നമ്മളുടെ ചിന്ത. ഇതൊക്കെ അനർത്ഥമാണെന്ന് ഗുരു പറഞ്ഞു തരികയാണ്, അല്ലേ? ഇതെല്ലാം എന്നിൽ നിന്ന് എടുത്തു മാറ്റണം, വേണ്ടേ? ഈ ഒരു ചിന്താധാരകളൊക്കെ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈശ്വര സാക്ഷാത്കാരം നേടിയ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമ്മളോട് ആരോടും പറഞ്ഞില്ല, നമ്മൾ ആരും സന്യസിക്കാൻ പറഞ്ഞോ? ആരോടും പറഞ്ഞില്ല. നമ്മളോട് എന്താ പറഞ്ഞത്? നല്ല ഗൃഹസ്ഥനാവാൻ, നല്ല മനുഷ്യനാകാൻ, നല്ല ഭാര്യയാവാൻ പറഞ്ഞില്ലേ? സ്ത്രീകളോട് പറഞ്ഞത് എന്താണ്? നല്ല ഭാര്യയാവാൻ, അല്ലേ? പറഞ്ഞില്ലേ? ചെത്തുകാരൻ ചെത്തുകത്തി ഉപേക്ഷിച്ച് വീട്ടിൽ പിണങ്ങി, വീട്ടുകാരത്തിയായിട്ട് പിണങ്ങി ചെത്തുകത്തി ഉപേക്ഷിച്ചിട്ട് ശിവഗിരിയിൽ ചെന്ന്, സ്വാമി ഞാൻ ചെത്തൊക്കെ ഉപേക്ഷിച്ചു, ഇനിയും എനിക്ക് എന്ത് വേണം? സന്യാസം വേണം സ്വാമി എന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞ എന്താണ്? ചെത്തിൻ്റെ അയോധ്യാകാന്ഡം സന്യാസമാണോ? ആണോ? ചെത്തിൻ്റെ അയോധ്യാകാന്ഡം സന്യാസമാണോ എന്ന് ചോദിച്ചു. എന്താണ്? പോയി ഭാര്യ മക്കളെ നോക്കാൻ പറഞ്ഞല്ലേ? നന്നായിട്ട് ജീവിച്ചിട്ട് ഭാര്യ മക്കളെ നോക്കാനാ പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും നീ ഇവിടെ നിന്നോ, നിനക്ക് ഞാൻ കാവി തരാം എന്നൊന്നും ആര് പറഞ്ഞില്ല? ഗുരു പറഞ്ഞില്ല. അതുകൊണ്ട് വെറുതെയുള്ള, ഇനിയിപ്പോൾ നമ്മൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും എങ്ങനെയാണ്? ഗൃഹത്തെയൊക്കെ വിട്ടിട്ട് ഇപ്പം എല്ലാവരുടെയും ഒരു പതിവാണ്, ഒരു 50-60 വയസ്സായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഗൃഹത്തെയൊക്കെ ഉപേക്ഷിച്ചിട്ട്, ഭർത്താവിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട്, അതായത് ഭർത്താവൊക്കെ അവിടെ ഉണ്ട്, ചോറും കറിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്, ബാക്കി കാര്യങ്ങളിലൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവരുമായിട്ട് യാതൊരു സംഘവുമില്ലാത്ത രീതിയിലുള്ള ജീവിതം, പ്രാർത്ഥനയും ഭക്തിയും. അങ്ങനെ ഗുരു പറഞ്ഞോ? ഇല്ല. നല്ല ഗൃഹസ്ഥ ജീവിതം വേണമെന്നാണ് നമ്മളോട് ഗുരു പറഞ്ഞതെന്നല്ലേ? സന്യാസിയായിരിക്കുന്ന ഗുരു എങ്ങനെയാണ്? ഇതാ ദീനം പിടിച്ചും മധുര കുടിച്ചും കിടക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് അന്യർക്ക് ഗുണം ചെയ്വതിന് ആയുസ്സും വപസ്സും ആത്മതപസ്സും ബലിയർപ്പിച്ചിട്ട് തങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന സന്യാസി വര്യൻ നമ്മളോട് പറഞ്ഞത് നിങ്ങളെല്ലാവരും സന്യസിക്കാനല്ല, ആണോ? അല്ല. ഗുരുവിന് ലഭിച്ച അറിവിനെ നമുക്ക് പകർന്നു തന്നിട്ട് ആ അറിവനുസരിച്ച് നമ്മൾ ജീവിക്കുക, നല്ല കുടുംബജീവിതം ഉണ്ടാക്കിയെടുക്കുവാൻ മാത്രമാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമ്മളോട് പറഞ്ഞത്. ഒരു സന്യാസിയും വേറെ പറഞ്ഞു തന്നിട്ടില്ല. ഉണ്ടോ? നമ്മളൊന്ന് ചിന്തിക്കണം. ഒരു സന്യാസിയും നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല നമ്മളെങ്ങനെ ജീവിക്കണമെന്ന്, അല്ലേ? ഇവിടെ പറഞ്ഞു തന്നെ കോടി സൂര്യന്മാരൊന്നിച്ചുയരുന്നത് പോലെ വിവേകവൃത്തി തന്നിലേക്ക് വന്നു, അല്ലേ? അപ്പോൾ തിരിച്ചറിവുണ്ടാവുകയാണ്. ആ ഒരു തിരിച്ചറിവ് നമ്മളിലേക്ക് ആര് പകർന്നു തന്നു? ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ പകർന്നു തന്നു. ആ തിരിച്ചറിവ് എന്തായിരുന്നു? സർവ്വതിലും ഈശ്വരൻ വസിക്കുന്നു. അങ്ങനല്ലേ പറഞ്ഞു തന്നെ? സർവ്വതിലുമായിരിക്കുന്നു ഈശ്വരൻ ഇരിക്കുന്നു. എവിടെയാണ് ഈശ്വരൻ ഇരിക്കുന്നത്? ദൈവദശകത്തിൽ ഈശ്വരൻ എവിടെ ഇരിക്കുന്നു എന്നാ പറഞ്ഞു തന്നെ? ദൈവദശകത്തിൽ എന്താ പറഞ്ഞു തന്നേ? ആലോചിക്കോ? എല്ലാ ദിവസവും ചൊല്ലുന്ന ദൈവദശകം. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം. അങ്ങനല്ലേ പറഞ്ഞു തന്നേ? അകവും പുറവും തിങ്ങി നിൽക്കുകയാണ്. എവിടെങ്കിലും ഒരു അണുമുതൽ അഖണ്ഡം വരെ നോക്കുമ്പോൾ എവിടെങ്കിലും ഈശ്വരനില്ലാത്ത സ്ഥലമുണ്ടോ? ഉണ്ടോ? ആരോടാണ് നമ്മൾ കള്ളം പറയേണ്ടത്? ആരെയാണ് നമ്മൾ ദൂഷിക്കേണ്ടത്? ആരെയാണ് നമ്മൾ ദ്രോഹിക്കേണ്ടത്? ആരോടാണ് നമ്മൾ അസൂയപ്പെടേണ്ടത്? ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഷഡ്വികാരങ്ങളെയൊക്കെ ഒന്ന് മാറ്റിവെക്കണം. അങ്ങനെ ഷഡ്വികാരങ്ങളെയൊക്കെ മാറ്റിവെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ ഗുരു പറഞ്ഞു തരികയാണ് നമ്മളോട്. എന്താ പറഞ്ഞേ? ത്വം ഹി ബ്രഹ്മ ന ചേന്ദ്രിയാണി ന മനോ ബുദ്ധിർന ചിത്തം വപുഃ പ്രാണാഹം ഹൃദയോ അന്യദപ്യസദ് അവിദ്യാ കൽപ്പിതം സ്വാത്മനി. കേട്ടിട്ടില്ലേ? ബ്രഹ്മവിദ്യ
പഞ്ചമം. ഗുരുദേവ കൃതികളെ പരിചയപ്പെടുത്താനായിട്ടാണ് എന്നോട് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട അനീഷ് പറഞ്ഞത്. അതുകൊണ്ടാണ് കൃതികളിലൂടെ മാത്രം ഞാൻ പോകുന്നത് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പം ഗുരുവിൻ്റെ ദർശനവും നമ്മുടെ ജീവിതവും ഒക്കെ ഗുരുദേവ കൃതികളിൽ നിന്നുകൊണ്ട് നമുക്കൊന്ന് സംസാരിക്കാൻ വേണ്ടി. അപ്പം ഗുരുദേവ കൃതികൾ എല്ലാവരും വായിച്ച് പഠിക്കണം, വേണ്ടേ? വേണം. എല്ലാവരും വായിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മളെല്ലാം നല്ല ഗുരുജനങ്ങളാവുകയുള്ളൂ. ഗുരുവിനെ പൂജിച്ചാൽ മാത്രം പോരാ, ഗുരു പറഞ്ഞത് എന്തൊക്കെയാണെന്ന് കൂടെ എന്ത് ചെയ്യണം, നമ്മൾ അറിയണം, വേണ്ടേ? അപ്പം ഗുരു പറഞ്ഞു തന്നത് എന്താണ്? ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലെ ത്വം ഹി ബ്രഹ്മ, നീ മായാസജീവല്ല, ആണോ? നീ അനീഷല്ല, ആണോ? നീ പെണ്ണമ്മയല്ല, നീ സരസമ്മയല്ല, നീ ആരാകുന്നു? നീ ബ്രഹ്മമാകുന്നു. അങ്ങനല്ലേ പറഞ്ഞേ? ത്വം ഹി ബ്രഹ്മ ന ചേന്ദ്രിയാണി ന മനോ ബുദ്ധിർന ചിത്തം വബുഹു. ശരീരത്തെ കണ്ടിട്ട് എന്നാ സുന്ദരിയാണ്, എത്ര പേരുണ്ടല്ലേ ആ ഒരു അഹങ്കാരത്തോടു കൂടി നടക്കുന്നത്. ബുദ്ധിയുള്ളവർ, ഞാൻ വലിയ ബുദ്ധിമാനാണ്, അവർക്കൊക്കെ എന്നെ അറിയാം, അല്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, ഇല്ലേ? പണത്തെ കാണുമ്പോൾ, പണം ഒത്തിരിയുള്ളവൻ എങ്ങനെ ചിന്തിക്കും? ഞാൻ പണക്കാരനാണ്, അവർക്കൊക്കെ ഒന്നുമില്ല, ഹേ ദാരിദ്ര്യവാസി, പറയത്തില്ലേ? നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്ന ഭാഷ്യങ്ങൾ ഇതൊക്കെയാണ്. പക്ഷേ ഗുരു നമ്മെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ത്വം ഹി ബ്രഹ്മ, നീ ആരാകുന്നു? ബ്രഹ്മമാകുന്നു. ത്വം ഹി ബ്രഹ്മ ന ചേന്ദ്രിയാണി ന മനോ, നീ ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല. ബുദ്ധിർന ചിത്തം വബുഹു, ബുദ്ധിയല്ല, ചിത്തമല്ല, ആണോ? പ്രാണാഹം ഹൃദയോ അന്യദഭ്യസത് അവിദ്യാ കൽപ്പിതം സ്വാത്മനി. നിന്റെ ബുദ്ധിയിൽ തെളിയുന്ന അവിദ്യ കൊണ്ടാണ് നിനക്കിതൊക്കെ തോന്നുന്നത്. പിന്നെ എന്താണ്? നീ ആരാണ്? നീ ബ്രഹ്മമാണ്, മറ്റൊന്നുമല്ല, അല്ലേ? പ്രാരബ്ധം കൊന്നു സഞ്ചിതം, അവസാനത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലേ? നീ ബ്രഹ്മമാണെങ്കിൽ പിന്നെന്താ? നിനക്ക് പ്രാരബ്ധം എന്താ? പ്രാരബ്ധ കർമ്മങ്ങളുണ്ടോ? സഞ്ചിത കർമ്മങ്ങളുണ്ടോ? ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നിനക്ക് പ്രാരബ്ധ കർമ്മങ്ങളും സഞ്ചിത കർമ്മങ്ങളും ഒന്നുമില്ല, അല്ലേ? അതുകൊണ്ട് നീ എന്താണ്? ഒരു വിപ്രനെ പോലെ മനസ്സ് ശുദ്ധമാക്കി, നീ ഒരു വിപ്രനെ പോലെ. വിപ്രൻ എന്ന് പറഞ്ഞാൽ എന്നാ? ബ്രാഹ്മണൻ, ബ്രഹ്മത്തെ അറിഞ്ഞവൻ, അല്ലേ? ബ്രഹ്മത്തെ അറിഞ്ഞ് ഈശ്വരനെ പോലെ നീ ജീവിക്കണം എന്നാണ് നമ്മളോട് ഓരോരുത്തരോടും ഗുരു പറഞ്ഞു തന്നത്. അതിനനുസരിച്ച് ജീവിക്കണമെങ്കിൽ സർവചരാചരങ്ങളിലും ആരെ ദർശിക്കണം? ഈശ്വരനെ ദർശിക്കണം, അല്ലേ? എല്ലാ കൃതികളിലും ഗുരു ഇത് പറഞ്ഞു തരുന്നുണ്ട്, എല്ലാ കൃതികളിലും, അല്ലേ? ജനനി നവരത്നമഞ്ജരി ചൊല്ലിയിട്ടുണ്ടോ? ജനനി നവരത്നമഞ്ജരി എന്നാണ് എഴുതിയത്? ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ 1908 എവിടെ വെച്ചാ? വനജാക്ഷി മന്ദിരത്തിന് മുന്നിലെ ഗുരു കുളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ആനുഭൂതിക്ക് ഒരു ദശയുണ്ടായി. ആനുഭൂതിക ദശയിൽ ഗുരു തൃപ്പാദങ്ങൾ അവിടെ വെച്ച് മൊഴിഞ്ഞ കൃതിയാണ് ഏത്? ജനനി നവരത്ന മഞ്ജരി എന്ന് പറയുന്നത്. ആ ജനനി നവരത്ന മഞ്ജരിയിൽ ഗുരു പറയുകയാണ്, മീനായതും ഭവതി, അല്ലേ? നമ്മൾ കറി വെച്ച് കൂട്ടുന്ന മീൻ എന്താകുന്നു എന്നാ പറഞ്ഞേ? പരബ്രഹ്മമാകുന്നു, അല്ലേ? മാനായതും ജനനി, നമ്മൾ കണ്ടിച്ച് അതായത് ഇറച്ചിക്കടയിൽ നിന്ന് മേടിക്കുന്ന എന്ത് മൃഗവുമായിക്കോട്ടെ, അല്ലേ? അതെന്താകുന്നു? ബ്രഹ്മമാകുന്നു, അല്ലേ? ഇതൊന്നും ഇനിയും വീട്ടിൽ ചെന്നാൽ കഴിക്കാനും കൂടെ തോന്നുവല്ല, തോന്നോ? മീനായതും ജനനി മീനായതും ജനനി മാനായതും ബാക്കിയല്ലേ? നീനാഗവും നഖഖഗം, തല്ലിക്കൊല്ലുന്ന പാമ്പ് എന്താകുന്നു? അതും എന്തു തന്നെയാകുന്നു? ഈശ്വരനാകുന്നു, അല്ലേ? പിന്നെയോ താനായതും ധര, അല്ലേ? ഈ ഭൂമിയെ നമ്മൾ എത്രയോ അധികം വിഷമിപ്പിക്കുന്നുണ്ടിട്ട് ഉണ്ടല്ലോ, ഉണ്ടോ? എങ്ങനെയാ ഗുരു ഭൂമിയെ വിഷമിപ്പിക്കുന്ന കാര്യം പറഞ്ഞത്? 1924 സർവമത സമ്മേളനം നടക്കുന്ന അന്ന് ആലുവ അദ്വൈതാശ്രമത്തിൽ
ഉച്ച കഴിഞ്ഞ് സഹോദരൻ അയ്യപ്പനുമായിട്ടിരുന്ന് വർത്തമാനം പറയുന്ന സമയത്ത് ഗുരു പറഞ്ഞ മൊഴികളുണ്ട്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് അറിയാവോ? അയ്യപ്പ, ഈ മനുഷ്യൻ എന്ത് വൃത്തികേടുകളാണ് കാണിക്കുന്നത്? എന്താണ്? ഭൂമി മുഴുവൻ അവൻ നശിപ്പിച്ചു, ഭൂമിയുടെ പുറം മുഴുവൻ അവൻ നശിപ്പിച്ചിട്ട് അവൻ ഭൂമി തുറന്നകത്തോട്ടിറങ്ങി ഇല്ലേ? എന്നിട്ടോ എവിടെ നോക്കിയാലും ഇരുമ്പും കൽക്കരിയും മാത്രമേ കാണുവാനുള്ളൂ. വീണ്ടും അവൻ ഭൂമി തുറന്നകത്തേക്കിറങ്ങി ഭൂമിയുടെ അടികൂടി നശിപ്പിക്കുവാൻ അവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യനില്ലായിരുന്നെങ്കിൽ മറ്റു മൃഗങ്ങളെങ്കിലും നന്നായി ജീവിച്ചേനെ. ആരാ ഭൂമിയെ നശിപ്പിക്കുന്നത്? മനുഷ്യനാ അല്ലേ? ഗുരു പറഞ്ഞു ഓരോ കാര്യങ്ങളും നമ്മൾ ഈ 100 വർഷം കഴിയുമ്പോൾ ഇതെടുത്തൊന്ന് നോക്കണം. നാശത്തിൻ്റെ വക്കിൽ നമ്മൾ നിൽക്കുകയല്ലേ? നാശത്തിൻ്റെ പടുകുഴിയിൽ വീണിരിക്കുക. വക്കിലെന്ന് പറയാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. എവിടെ നോക്കിയാലും ക്യാൻസർ എന്ന് പറയുന്ന രോഗം പെരുകിക്കൊണ്ടിരിക്കുക. കാരണം എന്താണ്? ഏതെങ്കിലും മൃഗങ്ങൾ വരുത്തി വെച്ചതാണോ? ആണോ? നമ്മൾ പലതും പറയുമ്പം വവ്വാലുകളെ പറയുന്നുണ്ട് ഇല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും കൊതുകുകളെ പറയുന്നില്ലേ? ഈ കൊതുകും വവ്വാലുമൊക്കെ പണ്ടും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇല്ലാഴിക വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. കൊതുകും വവ്വാലും ഒക്കെ അന്നും ഇവിടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? പണ്ട് നമ്മളൊന്ന് ആലോചിച്ചേ, നമുക്കൊക്കെ ചെറ്റക്കുടിലുകളാണ്, ഇതുപോലെ AC ഉള്ള വീടുകളൊന്നും അല്ല. ആണോ? ചെറിയ ചെറിയ വീടുകളിൽ കഴിഞ്ഞവരാണ് നമ്മളെല്ലാവരും. ഇതുപോലെ പങ്ക കറക്കി ഫാനിനെ പ്രാണികളെ ഓടിക്കുവാൻ നമുക്കന്ന് പങ്കകളില്ലായിരുന്നു. ഉണ്ടായിരുന്നോ? പക്ഷേ അന്ന് നമ്മളിവിടെ ജീവിച്ചിരുന്നപ്പോൾ ഒരു കൊതുക് വന്ന് കടിച്ചാൽ ആ കൊതുകെ എന്ന് പറഞ്ഞ് ഓടിക്കുമായിരുന്നു ഇല്ലേ? ഇപ്പോൾ ഒരു കൊതുക് കടിച്ചാൽ നമ്മൾ നോക്കും, നിറമെന്താണ്? ആരുടെയാ? കൊതുകിൻ്റെ നിറം എന്താണ്? കൊതുക് കടിച്ച ഭാഗത്തെ നിറം എന്താണ്? ഈ 2 നിറവും തമ്മിൽ സങ്കലനം ചെയ്തിട്ടാണ് നമ്മൾ എവിടോട്ട് പോണത്? മെഡിക്കൽ കോളേജിന് പോണത് അല്ലേ? ജീവിക്കാൻ ഭയമായി മാറി നമുക്ക്. ഗുരു പറഞ്ഞത് അനുസരിച്ചോ? ഇല്ല. മീനായതും ഭവതിമാനായതും ജനനി നീനാഗവും നഖഖഗം താനായതും ധരനദീ നാരയും നരനുമാനാഗവും നരകവും. JCB കാണുമ്പം പേടി വരത്തില്ലേ? JCB കാണുമ്പം പേടി വരികയാണ്. കാരണം എന്താ? എവിടെ മലയുണ്ടോ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു JCB പോയാൽ JCB-കാരൻ്റെ ശ്രദ്ധ എവിടെയാണ്? ഇവിടെ ഒരു മലയുണ്ട്, അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് പണിയായി അല്ലേ? ഇതെങ്ങനെയാലും ഇടിച്ചു നിർത്തണം അല്ലേ? എവിടെയെങ്കിലും ഒരു കുഴി കണ്ടാൽ ടിപ്പറുകാരൻ്റെ ഹൃദയത്തിൽ സ്വപ്നങ്ങൾ വിടരുകയാണ്. കാരണം എന്താ? ഇവിടെ ഒരു കുഴിയുണ്ട്, അത് ഇടിച്ചു നിർത്തിയിട്ട് വേണം എന്ത് ചെയ്യുവാനായിട്ട്? ഇവിടെ കൊണ്ട് ശരിയാക്കാം അല്ലേ? ചെറിയ ഒരു തുലാവർഷം വന്നാൽ, പണ്ടൊന്നും തുലാവർഷം വന്നു പോയാൽ നമ്മൾ അറിയാലോ, കുറച്ച് ഇടിമഴയൊക്കെ പെയ്യുമെന്ന് മാത്രമുള്ളൂ. ഇപ്പോഴെങ്ങനെയാ? ഒന്നും വരണ്ട, വലിയൊരു മഴ പെയ്താൽ അലർട്ട്. ഏതൊക്കെ അലർട്ടാ? റെഡ് അലേർട്ട്, യെല്ലോ അലേർട്ട്, ഓറഞ്ച് അലേർട്ട് അല്ലേ? ഇതൊന്നുമില്ലാതിരുന്ന ഒരു നല്ല കാലം നമുക്കുണ്ടായിരുന്നു അല്ലേ? ആ കാലത്തിൽ നിന്നൊക്കെ നമ്മൾ വളരെയധികം മാറിപ്പോയി. കാരണം ഇതാ ഋഷീശ്വരന്മാർ പറഞ്ഞതിനെ നമ്മൾ അനുസരിച്ചില്ല. ഋഷീശ്വരന്മാരെങ്ങനെയാ? അന്നു കാൺമതിനെ വാഴ്ത്തുന്നു. കേട്ടിട്ടുണ്ടോ? മാമുനികൾ. അതാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം. അന്നു കാൺമതിനെ വാഴ്ത്തുന്നു മാമുനികൾ. ഇതൊക്കെ ചുമ്മാ എഴുതിയതല്ല, ആണോ? മാമുനികൾ എഴുതിയതെല്ലാം കൃത്യമാണ്. അതുകൊണ്ട് ഇതാ മഹാമുനി നമ്മളോട് പറയുകയാണ്, സർവചരാചരങ്ങളിലും ഈശ്വരൻ ഇരിക്കുന്നു. ഈശ്വരൻ ഇവിടെ സൃഷ്ടി നടത്തിയിരിക്കുന്നത് സർവചരാചരങ്ങൾക്കും വേണ്ടിയാണ്, ഇവിടെ മനുഷ്യന് വേണ്ടിയാണെന്ന് മാത്രം വിചാരിക്കുന്നത് കൊണ്ടാണ് ഈ ഭൂമി ഇത്രയും മോശമായി മാറിയത്. ആണോ? ആണ് അല്ലേ? വെളിച്ചെണ്ണ നേരത്തെ കുടിക്കത്തില്ലായിരുന്നു. നല്ലതാ വെളിച്ചെണ്ണ കുടിച്ചാൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പം വെളിച്ചെണ്ണ തലയിൽ പറ്റാൻ തുടങ്ങിയതാ, മുടി മുഴുവൻ ഊരി പോയില്ലേ? ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്ന സാധനം വെളിച്ചെണ്ണയാണോ? ആണോ? അല്ല. കാരണം അതിനകത്ത് പെട്രോളിയം ജെല്ല് ചേർത്ത് അതിനകത്ത് കുറച്ച് ഫ്ലേവറും ഇട്ട് നമുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്ന കേര അല്ലേ? പിന്നെ ഏതെല്ലാം സമൃദ്ധി, കേര, എന്തെല്ലാം പേരുകളിലാണ് നമ്മളുടെ അടുക്കളയിലേക്ക് വരുന്നത്. ഇത് നമ്മുടെ പൊന്നോമന കുഞ്ഞുങ്ങൾക്ക് ഇത് വെച്ച് ആഹാരമുണ്ടാക്കി നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ വിഷം അവരുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുകയാണ്.
ഗുരു പറയുകയാണ്, ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധിയോർത്തിടേണം. നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? പരനു പരം പരിതാപമേകിടുന്നോർ എരിനരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു. ഇപ്പം ജീവിച്ചിട്ട് വേണ്ടേ എരിനരകാബ്ദി പോകാനല്ലേ? അതുകൊണ്ട് ഇപ്പം ജീവിക്കാൻ നമ്മൾ കാശുണ്ടാക്കുവാൻ വേണ്ടി പലതും ചെയ്യുമ്പോൾ നമ്മളല്ല ഇത് അനുഭവിക്കുന്നത്. ആണോ? നമ്മളുടെ അടുത്ത തലമുറ ഇത് അനുഭവിക്കുമെന്ന് നമ്മുടെ കൊച്ചുമക്കളോടും നമ്മുടെ മക്കളോടും നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് മോശമായതൊന്നും ചെയ്യുവാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിലാത്മ വിരോധിയോർത്തിടേണം. ആത്മാവിന് വിരോധമാണത്. ആത്മാവിന് വിരോധമുള്ളതൊന്നും നാം ചെയ്യുവാൻ പാടില്ല, അല്ലേ? ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. സർവചരാചരങ്ങളിലും ഇത് ഈശ്വരനെ ദർശിച്ചിട്ട് പറയാം, ഈ ഞാനായതും ഭവതി ഹേ നാഥരൂപിണി, അല്ലേ? ഈ ഞാൻ ആര് തന്നെയാണ്? ഈശ്വരൻ തന്നെയാണ്, അല്ലേ? നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, പക്ഷേ ഗുരുവിനത് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതാണ് നമ്മളും ഗുരുവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഞാൻ ഈശ്വരനാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ ആ ഒരു രീതിയിൽ ജീവിച്ചില്ല, ഞാൻ ആ ഒരു രീതിയിൽ ചിന്തിച്ചില്ല. ചിന്തിച്ചോ? ഇല്ല. നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇത് ഗർഭത്തിലെ അങ്ങനെ ചിന്തിച്ചില്ലേ? എങ്ങനെയാ പറഞ്ഞത്? വിണ്ടനന്ദിയിലെ ഗർഭത്തിലെ ഗുരു അങ്ങനെ ചിന്തിച്ചു. ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയൻ്റെ പിണ്ഡം. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടോ? കഴിഞ്ഞ മാസത്തെ കാര്യം പോലും ഓർമ്മയില്ല, പിന്നെയാ, അല്ലേ? ഇത് ഗുരു പറയുകയാണ്, ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയൻ്റെ പിണ്ഡം എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലി. എങ്ങനെ വളർത്തി? അൻപൊടു വളർത്തി. ഭഗവാൻ അൻപുള്ളവനാണ്, അല്ലേ? അതുകൊണ്ട് അൻപൊടു വളർത്തി. എന്നിട്ടോ കൽപ്പിച്ച പോലെ, ഭഗവാൻ കൽപ്പിച്ചതുപോലെ. എങ്ങനെയാ? നമ്മൾ കൽപ്പിക്കുന്ന പോലെയാണോ വരേണ്ടത്? അല്ല, ഭഗവാൻ കൽപ്പിച്ചതുപോലെ. കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയും അങ്ങ് ശംഭോ. സമർപ്പണ ബുദ്ധിയോടെ ആ പിണ്ടത്തിൽ കിടന്ന, അല്ലേ, ആ ബീജപിണ്ഡമായി അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന ആ അവസ്ഥ മുതൽ ഗുരു എങ്ങനെയാണ് ഭഗവാന് സമർപ്പിക്കപ്പെട്ടില്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഗദ്യപ്രാർത്ഥനയിൽ എങ്ങനെ പറഞ്ഞത്? നാം ശരീരമല്ല അറിവാകുന്നു, ശരീരമുണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ടിരിക്കും. കാരണം എന്താണ്? നാം ഈശ്വരനാകുന്നു. അങ്ങനല്ലേ പറഞ്ഞത്? ഈ ഗുരുവിൻ്റെ ഒരു തമിഴ് കൃതിയുണ്ട്, ഒത്തിരിയുണ്ട്, തേവാരപ്പതികങ്ങൾ. കേട്ടിട്ടുണ്ടോ? തേവാരപ്പതികങ്ങൾ കേട്ടിട്ടില്ലേ? ഉണ്ട്. അതിനകത്ത് എങ്ങനെയാ പറയുന്നത്? ജ്ഞാനോദയമേ ഞാതുരുവേ നാമാദിയല നർക്കതിയേ ഞാനോ നീയോ ആദിപരം. എന്താ അവിടെ ചോദിച്ചത്? ഏനായി വിടുമോ പേച്ചായേ. ജ്ഞാനത്തിൽ ഉദയം ചെയ്തവനെ, അല്ലേ? എന്താ ജ്ഞാനത്തിൽ ഉദയം ചെയ്ത ജ്ഞാനിയായ ഗുരുവേ, ശിവഭഗവാനെ, നീയാണോ ഞാനാണോ ആദ്യം ഉണ്ടായത്? ആരോടാ ചോദിച്ചത്? ശിവനോട് ചോദിക്കും, അല്ലേ? ഞാൻ വേറെയല്ല. ഗുരു പറയുകയാണ്, ഞാൻ വേറെയല്ല. ആണോ? അധികാരപൂർവം നമ്മളോട് പറഞ്ഞു തരികയാണ്, നാം ശരീരമല്ല, അറിവാണ്. അതാണ് ഗുരുവിൻ്റെ ഈശ്വരീയത എന്ന് പറയുന്നത്. ആ ഈശ്വരനാണ് നമ്മളോട് കൽപ്പിക്കുന്നത് ധാർമ്മികമായ ജീവിതം നയിക്കുവാൻ, അല്ലേ? ധാർമ്മികമായ ജീവിതം നയിക്കുവാൻ നമ്മളോട് കൽപ്പിക്കുന്നത് ഇതാ സാക്ഷാൽ ഈശ്വര സ്വരൂപമായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാണ്. അതറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കണം ഇവിടെ ജീവിക്കുമ്പോൾ, അതല്ലേ അത്യാവശ്യം. ഇതാ ആ ഈശ്വരീയത സർവചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ എന്നിലും നിറഞ്ഞു നിൽക്കുന്നുവെന്ന് ഗുരു മനസ്സിലാക്കിയത് കൊണ്ട്, ഗുരു ഈശ്വര സമാനനായതുകൊണ്ട് ഈ പ്രകൃതിയെ പോലും നിയന്ത്രിച്ചു നിർത്തുവാൻ ആർക്ക് സാധിച്ചിരുന്നു?
ആർക്ക് സാധിച്ചിരുന്നു? ഗുരുവിന് സാധിച്ചിരുന്നു. പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഒരു കൃതി ഗുരുദേവ തൃപ്പാദങ്ങൾ നമുക്ക് പാടിത്തരുന്നുണ്ട്. ഏതാ? താനല്ല ഒരിക്കലും പ്രകൃതിയെ നിയന്ത്രിക്കുന്നതെന്ന് ഗുരു വരുത്തി തീർക്കുകയാണ്. എല്ലാം ശിവന് വിട്ടുകൊടുത്തുകൊണ്ട് ഗുരു തന്നിൽ നിന്ന് എല്ലാത്തിനെയും അങ്ങോട്ട് ശിവൻ അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്. ഏതാ കൃതി എന്ന് പറയാമോ? അർദ്ധനാരീശ്വര സ്തവം. കേട്ടിട്ടുണ്ടോ? അർദ്ധനാരീശ്വര സ്തവത്തിൽ എന്താ പറയണത്? അതായത് അരുവിപ്പുറത്ത് വെള്ളമില്ലാതെ വരണ്ടുണങ്ങിയ ഒരു കാലഘട്ടത്തിൽ ഗുരുതൃപ്പാദങ്ങളോട് അവിടെയുള്ള ആൾക്കാരെല്ലാവരും വന്ന് പറയുകയാണ്, സ്വാമി ഞങ്ങൾക്ക് ജലമില്ല, പൂജയ്ക്ക് പോലും ജലമില്ല, വയലുകളെല്ലാം വരണ്ടുണങ്ങിയിരിക്കുന്നു, എന്താ സ്വാമി ചെയ്യണേ? സ്വാമി അപ്പോൾ അവിടെ വെച്ച് എന്ത് ചെയ്തു? ഒരു കൃതി എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എല്ലാ ദിവസവും ചൊല്ലിയാൽ മതി, മഴ പെയ്തോളൂന്ന്. അല്ലേ? അവിടെ ഇരുന്ന ജനങ്ങളോട് പറഞ്ഞു, എല്ലാ ദിവസവും ചൊല്ലിയാൽ മതി, മഴ പെയ്തോളൂന്ന്. അങ്ങനെ അവർ ചൊല്ലാൻ തുടങ്ങി. അവർ ചൊല്ലിത്തീരുകയും ആർത്ത് മഴ പെയ്തു. ഏതാ കൃതി? തുടങ്ങുന്നത് എങ്ങനെയാ? തുടങ്ങുന്നത് അയ്യോ ഈ വെയിൽ കൊണ്ടു വെന്തുരുകി വാടിയിടുന്നു നീ എന്നിയെ, കൈയേകിടുവതിന്നു കാൺകിലൊരുവൻ കാരുണ്യവാനാരഹോ, പയ്യാർ നീ ജനമാഴിയിൽ പതിവതിൻ മുന്നേ പരന്നൂഴിയിൽ പെയ്യാറാകേണമേ ഘനാമ്പൂ കൃപയാ, ഗംഗാനദീധാമമേ ഗംഗാനദീധാമമേ ഗംഗാനദീധാമമേ. കൃത്യമാണ്. ഇപ്പോൾ ഇന്നും ചൊല്ലല്ലേ കേട്ടോ, മഴയുള്ള കാലമാണ്, ഇപ്പം ചൊല്ലരുത്. എങ്കിലും മഴയില്ലാത്ത കാലത്ത് നിങ്ങളിതൊന്ന് ചൊല്ലി നോക്കൂ, തീർച്ചയായിട്ടും നമ്മൾ അനുഭവസ്ഥരായിത്തീരും. അനുഭവമുള്ള വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ അർദ്ധനാരീശ്വര സ്തവം ഗുരു എഴുതി കൊടുത്തിട്ട് ആരോടാ പറഞ്ഞേ? നീ മേളിൽ കയറി ഇങ്ങനെ മൂട്ടിൽ തന്നെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഉണ്ടോ? ആ മൂട്ടിൽ തന്നെ ഇരുന്നിട്ട് നാടും വീടും ഒക്കെ വരണ്ടുടങ്ങുമ്പോൾ നീ മേളിൽ കയറി ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ല. എന്നാണ്? ആ ഗംഗാപ്പെണ്ണിനെ എങ്ങോട്ട് വിടണം? ഇങ്ങോട്ട് വിട എൻ്റെ ശിവഭഗവാനെ. ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ പറ്റുമോ? അല്ലേ? എപ്പോഴും ശിവനോട് ആജ്ഞാപിക്കുകയാണ് ആര് ചെയ്യുന്നത്? ഗുരു ചെയ്യുന്നത്. അല്ലേ? അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യണം? ഭഗവാനോട് ചേർന്ന്, ഗുരുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് സർവചരാചരങ്ങളിലും ഈശ്വരനെ ദർശിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഗുരുവിൻ്റെ ആഹ്വാനമനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലേ? അതിന് ഗുരുവിൻ്റെ മതം എന്താണെന്ന് നമ്മൾ അറിയണം. എന്താണ് ഗുരുവിൻ്റെ മതം? ജഗതിയിൽ ഒരു മതമേ ഉള്ളൂ എന്ന് ഗുരു പറയുകയാണ്. ഏതാണ് ആ മതം? ഗുരു വല്ല മതവും സ്ഥാപിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഏതാ? ഗുരുവിൻ്റെ മതം ഏതാണെന്ന് നമ്മൾ അറിയണം. അല്ലേ? ഇതാ ഇങ്ങനെ പറയുകയാണ്, ആത്മോപദേശ ശതകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങു സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഇമ്മതമേകമെന്നു ചിന്തിച്ച് അഘമണയാതെ അകതാരമർത്തിടേണം. എന്താ പറഞ്ഞേ? അഖിലരും ആത്മസുഖത്തിനായിട്ടാണ് ഇവിടെ പ്രയത്നം ചെയ്യുന്നത്. ആണല്ലോ? ആണോ? ഇന്ന് ഇത്രയും പേരല്ല ഇവിടെ വരേണ്ടത്. ആണോ? നല്ലൊരു ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ച രാവിലെ ഇറച്ചി മേടിക്കുന്നവരുണ്ട്, ഇല്ലേ? ബിരിയാണി ഉണ്ടാക്കുന്നവരുണ്ട്, ഇല്ലേ? ഉണ്ട്. രാവിലെ ഇറച്ചി മേടിച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നേരത്ത് ഈ ഹോളി വന്ന് ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ ശരിയാകും? ശരിയാവോ? അവരുടെ ആത്മസുഖം എന്താണ്? അവരുടെ ആത്മസുഖം എന്താ? വീട്ടിലിരിക്കുന്നവരുടെ ആത്മസുഖം എന്താണ്? വീട്ടിലിരുന്ന് മൂക്കുമുട്ട ആഹാരം കഴിച്ചുകൊണ്ട് കിടന്നുറങ്ങണം. അത് അവരുടെ ആത്മസുഖം. അല്ലേ? കുറച്ച് പേര് ഓർക്കുവാണ്, എല്ലാ ലാസ്റ്റത്തെ ഞായറാഴ്ച ഇവിടെ എന്തുണ്ട്? പ്രഭാഷണമുണ്ട്. ചെന്നില്ലെങ്കിൽ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ നമ്മളെ കാണുമ്പോൾ എന്നാ അവരുടെ ഒന്ന് മുഖത്തൊന്ന് നോക്കണ്ടേ? അല്ലേ? മോശമല്ലേ? ആരെങ്കിലും ഇവിടെ പ്രഭാഷണത്തിന് വരുമ്പോൾ ഈ കസേരയെല്ലാം ഒഴിഞ്ഞു കിടന്നാൽ അതൊരു മോശപ്പെട്ട കാര്യമല്ലേ? അപ്പോൾ നമ്മുടെ ആത്മസുഖം ഏതാണ്?
ഇവിടെ വന്ന് ഇരിക്കുന്നതും കേൾക്കുന്നതും. അങ്ങനെ പലരും പല വ്യവഹാരങ്ങളിൽ പെടുമ്പോൾ ഓരോരുത്തരുടെ ആത്മസുഖം അനുസരിച്ചാണ് ചെയ്യുന്നത്, അല്ലേ? ഇനി വഴിയെ പോകുന്ന ഒരുത്തനെ കല്ലെടുത്തെറിയുമ്പോൾ ചിലർക്ക് നല്ലൊരു ആത്മസുഖം ഉണ്ടാവും. ഉണ്ടാകത്തില്ലേ? ഉണ്ടാവുമല്ലേ? അല്ലെങ്കിൽ വഴിയെ പോകുന്ന ഒരുത്തൻ മറിഞ്ഞു വീഴുന്ന കാണും, ഭയങ്കര ഗമയായിരുന്നു, അവൻ്റെ നടപ്പൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു, മറിഞ്ഞു വീണ് ഇപ്പം സമാധാനമായി, അല്ലേ? അപ്പോൾ നമുക്കൊരു ആത്മസുഖം ഉണ്ടായില്ലേ? അപ്പം അങ്ങനെ ചില കാര്യങ്ങളിൽ ഇങ്ങനെയും ആത്മസുഖം ഉണ്ടാക്കാം, അല്ലേ? അപ്പം ഇങ്ങനെ ഗുരു പറയുകയാണ്, സർവർക്കും എന്തെങ്കിലും പ്രവൃത്തികളൊക്കെ എന്തിനു വേണ്ടിയുള്ളതാ? എല്ലാ പ്രവൃത്തികളും നമ്മളുടെ ആത്മസുഖം അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങു സദാപി ചെയ്തിടുന്നു. കണ്ടോ? സകലവും സദാ അഭി ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ആത്മസുഖത്തിന് വേണ്ടിയാണ്. ജഗതിയിൽ ഇമ്മതമേകമെന്നു ചിന്തിച്ച്, കണ്ടോ? ജഗതിയിൽ ഈ മതം ഏകം, ഈ ഒരു മതമല്ലാതെ മറ്റൊരു മതമില്ല. കണ്ടോ? ജഗതിയിൽ ഇമ്മതമേകമെന്നു ചിന്തിച്ച് അഖമണയാതെ, അവിടെ കൃത്യമായിട്ട് ഗുരു പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. അഖമണയാതെ, പാപം ചെയ്യാതെ, പാപത്തിലേക്ക് പോകരുത്. ആത്മസുഖത്തിനോട് ചേരുമ്പോൾ ഉണ്ടാകാമോ? അകതാരമർത്തിടണം. പാപം ചെയ്യാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ആത്മസുഖമൊക്കെ നല്ലതാ, അല്ലേ? അതുകൊണ്ട് വീണ്ടും പറയാണ്, അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം, അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ഈ ഭൂമിയിൽ നടക്കാത്തൊരു കാര്യം അത് മാത്രമാണിപ്പോൾ, അല്ലേ? അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ എന്തു ചെയ്യുന്നില്ല? അപരന് സുഖത്തിനായി വരുന്നില്ല. ഉണ്ടോ? അതാണ് ഏറ്റവും. ഇന്നൊക്കെ തന്നെ നമ്മൾ TV തുറന്നാൽ ചില കാര്യങ്ങളൊക്കെ കാണാം. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചില ആത്മസുഖങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ ആത്മസുഖം നശിപ്പിച്ചതൊക്കെ രാവിലെ വായിച്ച് കാണുമല്ലോ എല്ലാവരും. പത്രങ്ങളിലും ഫേസ്ബുക്ക് വഴിയുമൊക്കെ വായിച്ച് കാണും, അല്ലേ? നമ്മളൊന്ന് ഓർക്കണം, ഒരു മനുഷ്യനെ തീരാ ദുഃഖത്തിൽപ്പെടുത്തിയിട്ട് ഈ കസേര വാങ്ങിച്ചെടുത്താൽ എന്തെങ്കിലും ഫലം ഉണ്ടാകുമോ? നമ്മളല്ല അനുഭവിക്കുന്നത്, അല്ലേ? നമ്മുടെ മക്കൾ എവിടെ വെച്ചെങ്കിലും അനുഭവിക്കുമെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവണം, അല്ലേ? നുണ പറയാൻ പാടില്ല. സത്യത്തിന് നിരക്കാത്തത് ചെയ്യുവാനോ പറയുവാനോ പാടില്ല എന്ന് പഠിപ്പിച്ച ഗുരുക്കന്മാരുടെ നാടാണിത്, അല്ലേ? ശ്രീശ്വരന്മാരുടെ നാടാണിത്. ഈ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ഭാരതാംബയെ സേവിക്കുന്നവരെ മോശമായി ചിത്രീകരിക്കുന്നത് വളരെ മോശമാണ്, അല്ലേ? നമ്മൾ എന്ത് രാഷ്ട്രീയ പാർട്ടികളുമായിക്കൊള്ളട്ടെ, പക്ഷേ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി മാത്രമേ വരാവൂ എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവണം. ഈ ചിന്തയിൽ നിന്നൊഴിഞ്ഞുള്ള ജീവിതമാണ് അധർമ്മത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്, അല്ലേ? അതുകൊണ്ട് ഈ അധർമ്മത്തിലേക്ക് നമ്മൾ പോയാൽ എന്ത് ചെയ്യണമെന്ന് നമ്മളോട് പറയുകയാണ് കോലത്തുകര കോലതീരേശ സ്തവത്തിൽ. എന്താ പറയുന്നത്? ചാപല്യവശാൽ ചെയ്തൊരു പാപങ്ങൾ പൊറുത്തൻ. ചാപല്യങ്ങൾ വളരെ ഉണ്ടാകുകയാണ് നമുക്ക്, അല്ലേ? ചപലതയുണ്ടാകുന്നു ജീവിതത്തോട്, രാഷ്ട്രീയത്തോട്, സൗന്ദര്യത്തോട്, സമ്പത്തിനോട്, അല്ലേ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ചാപല്യങ്ങൾ നമുക്ക് വളരെ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് എന്താണ്? ചാപല്യവശാൽ ചെയ്തൊരു താപങ്ങൾ പൊറുത്തൻ, അല്ലേ? എന്ത് ചെയ്യണം? നമ്മുടെ താപങ്ങളെല്ലാം ഒഴിച്ചു കളയണം. ചാപല്യവശാൽ ചെയ്തൊരു പാപങ്ങൾ പൊറുത്തൻ താപങ്ങൾ ഒഴിച്ചിടണമെല്ലാം എന്നല്ലിനി നിത്യം. പിന്നെയോ പാപാവഹമാം നിൻ പദം, പാപങ്ങളെ മൊത്തത്തിൽ മാറ്റുന്ന നിന്റെ പദം ഓർക്കണം. ഞാൻ എപ്പോഴും ഓർക്കണ്ടേ? പാപങ്ങളെ മാറ്റിക്കളയുന്ന, പാപങ്ങളെ ഹരിച്ചു കളയുന്ന നിന്റെ പദം എപ്പോഴും ഞാൻ ഓർക്കണമേ. ഈശ്വരനെ ചിന്തിക്കാതെ യാതൊന്നും ചെയ്യുവാൻ പാടില്ല എന്നാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചത്.
ചപലതകൾ ഉണ്ടാവാം, മനുഷ്യ ജീവിതമാണ് അല്ലേ? ഈ മനുഷ്യ ജീവിതത്തിൽ ചപലതകൾ ഉണ്ടാകുമ്പോൾ ആ ചാപല്യം നിലനിൽക്കെ നമ്മൾ ആരെ ഓർക്കണം? ഈശ്വരന് നിരക്കാത്തത് ചെയ്യുവാൻ പാടില്ല അല്ലേ? മനസ്സുകൊണ്ട് ചെയ്യും. കൈകാൽ മുതലാമെന്നുടെ അംഗങ്ങളിലൊന്നും അല്ലേ ചെയ്യാതൊരു സൽക്കർമ്മമൊഴിഞ്ഞങ്ങവിവേകാൽ. അവിവേകം കൊണ്ട്, വിവേകമില്ലാതെ വരുമ്പോൾ കാലും കൈയും കൊണ്ട് നമ്മൾ പല പ്രവൃത്തികളും ചെയ്യുന്നു അല്ലേ? അതുകൊണ്ട് അതെല്ലാം ഒന്നൊഴിച്ച് കളഞ്ഞിട്ട് ഭഗവാനെ നിന്നോട് ചേർക്കുവാൻ സാധിക്കണം. വേണ്ടേ? എന്താ ഗുരു പറഞ്ഞത്? ഞാനും നീയും ഒന്നാവണം അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഞാനും നീയും ഞെരുക്ക കലരണമെന്ന്. ഞാനും നീയും ഞെരുക്ക കലരണം. തൂമത്തിങ്കൾ കിടാവും കേട്ടിട്ടുണ്ടോ? അത് എടാ സുബ്രഹ്മണ്യ ദശകത്തിൽ അല്ലേ? അവിടെ പറയുന്നത് എന്താ? കാമം മുൻപായി മുളയ്ക്കും കളമുളകളെ അറുത്ത് കളയണം. വേണ്ടേ? ഞാനും നീയും ഞെരുക്കെ കലർന്നിട്ട് കാമം മുൻപായി മുളയ്ക്കുന്ന കളമുളകളെ എന്ത് ചെയ്യണം? അറുത്ത് കളയണം. പറഞ്ഞിട്ടില്ലേ? ഞാനും നീയും ഞെരുക്കെ കലരുവതിനരുൾ തന്മയാം നിൻമണിത്താർ തേനുൾ തൂകുന്ന മുത്തുക്കുടം അടിയനടക്കിടുമച്ചിൽ കൊഴുന്തേ. എവിടെ ഈശ്വരൻ ഇരിക്കുന്നത്? എൻ്റെ ചിത്തിൽ കുഞ്ഞു കൊച്ചായിട്ട് അല്ലേ? ചിത്തിലിരിക്കുന്ന കുഞ്ഞു കൊച്ചിനെ നമുക്കെടുത്ത് കളയാൻ പറ്റുമോ? ചിത്തിൽ കുഞ്ഞു കൊച്ചായിട്ട് നമ്മുടെ ഈശ്വരനെ വെക്കുവാൻ ഗുരു പറയുകയാണ്. എങ്ങനെയാ വെക്കേണ്ടത്? വെറുതെ ഈശ്വരനെ വെക്കാനൊന്നും പറ്റത്തില്ല. പറ്റുമോ? കാമം മുൻപായി മുളയ്ക്കും കളമുളകളെ അറുത്ത് അല്ലേ? ഉൾനിലത്ത് അൻപിൻ്റെ വിത്തിട്ടാൽ മാത്രമേ ആ ഉൾക്കുരുന്ന് എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുകയുള്ളൂ അല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈ ചെയ്യേണ്ടത്? കാമനകളെ നമ്മളൊന്ന് എടുത്തു കളയണം. ഈശ്വരനിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്നത് 8 വികാരങ്ങളാണ് അല്ലേ? അല്ലെങ്കിൽ 6 വികാരങ്ങൾ. ഇപ്പോൾ 8 കൊണ്ട് ഷഡ്വികാരങ്ങൾ ഏതൊക്കെയാണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം അല്ലേ? അതുകൊണ്ട് ഈ 8 വികാരങ്ങളെയും എടുത്തു കളഞ്ഞെങ്കിൽ മാത്രമേ ഈശ്വരനെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ 8 വികാരങ്ങൾ ഉള്ളപ്പോഴാണ് നമുക്ക് ചപലതകൾ ഉണ്ടാവുന്നത്. അങ്ങനല്ലേ ഗുരു പറഞ്ഞത്? ആ ചപലതകളെ നമ്മൾ മാറ്റണം. അതിന് നല്ല പ്രാർത്ഥന നമുക്കുണ്ടാവണം അല്ലേ? എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് ഗുരു പറഞ്ഞേ? ആത്മോപദേശ ശതകത്തില് മനമലർക്കൊയ്ത് മഹേശ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട വനമലർ കൊയ്തുമതല്ലയായിൽ മായാ മനുവുരു വിട്ടുമിരിക്കിൽ മായ മാറും. പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? മനസ്സാകുന്ന മലര് ഭഗവാന്റെ പാദത്തിലിടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സെങ്ങനായിരിക്കണം? നല്ലതാവണം. വേണ്ടേ? അങ്ങനെ ഇടാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യുക? വനമലർ കൊയ്തുമതല്ലയായിൽ വനമലർ കൊയ്തും ഇതാ എൻ്റെ അഹങ്കാരമാകുന്ന പുഷ്പം ഭഗവാനെ നിൻ്റെ പാതാരബിന്ദത്തിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കണമേ. അങ്ങനെ നമ്മളുടെ ചപലതകൾ ഇല്ലാതാവും അല്ലേ? അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റണം. ആരെ പ്രാർത്ഥിക്കണം? പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണം. 5 തലയും 25 പാമ്പും കഴുത്തിലുള്ള ആളെ സേവിക്കാനല്ല ഗുരു പറഞ്ഞത്. ആണോ? അല്ലല്ലോ. ആരെ സേവിക്കാനാണ് പറഞ്ഞത്? പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണം. അപ്പം ആരുടെ ആരാധനയാണ് ഏറ്റവും നല്ല ആരാധനയെന്ന് മനസ്സിലായോ? ആരുടെ ആരാധനയാണ് നല്ലതെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തിയെ കണ്ടെത്തണമെന്നാണ് ആര് പറഞ്ഞു തന്നത്?
ഇതാ ബ്രഹ്മജ്ഞാനിയായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമ്മളോട് കൽപ്പിച്ചരുളിയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ആരെയാ പ്രാർത്ഥിക്കുന്നത്? പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴുന്ന മുനിയെ. ഉണർന്നവന് മാത്രമേ ഉണർത്താൻ പറ്റുകയുള്ളൂ. ആണോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉണർന്നവന് മാത്രമേ നമ്മയൊക്കെ ഉണർത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇതാ പ്രണവമുണർന്ന മുനിയാണ് ആര്? ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ, അല്ലേ? ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടണം, അറിവായതിനിന്നയോഗ്യനെന്നാൽ. അങ്ങനല്ലേ പറഞ്ഞേ? പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും. ഉണരരുതിന്നി. എങ്ങോട്ട് ഉണരരുതെന്നാ പറഞ്ഞേ? എങ്ങോട്ട് ഉണരരുതെന്നാണ് ഗുരു പറഞ്ഞത്? നമ്മുടെ ചപലതകളിലേക്ക്. മനസ്സിലായോ? ഉറങ്ങിടാതിരുന്നിടണം. ലയത്തിലേക്ക് പോകുവാനും പാടില്ല. വിക്ഷേപലയങ്ങളെ ഉപേക്ഷിച്ചിട്ട് അതാണ് ഗുരു പറഞ്ഞു തരുന്നത്. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടണം, അറിവായതിനിന്നയോഗ്യനെന്നാൽ. കണ്ടോ? അറിവിനയോഗ്യനായാൽ ഉറങ്ങിടാതിരുന്നിട്ടിട്ട് എന്ത് ചെയ്യണം? പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും, മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണം. കണ്ടോ? പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴുന്ന മുനിജന സേവയിൽ നമ്മുടെ മൂർത്തിയെ നിർത്തണം. എന്നിട്ടോ ഈ ശരീരം എങ്ങനെയാണ്? ഇതൊന്നിനും കൊള്ളാത്തതാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. വേണ്ടേ? ഈ ശരീരത്തെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് ചാപല്യങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ശരീരത്തോടുള്ള സ്നേഹത്തെ വിടണം. നമ്മുടെ മക്കളെന്നും നമ്മുടെ കുടുംബമെന്നും ഒക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ തെറ്റുകളിലേക്ക് പോകുന്നത്, അല്ലേ? ഈശ്വരൻ പറഞ്ഞതനുസരിച്ച് ഈശ്വരൻ തന്നതിനെ മാത്രം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. വേണ്ടേ? അല്ലാതെ ലോകത്തിന് മുഴുവൻ നാശം വരുത്തി വയ്ക്കുന്ന പലതിനെയും നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അന്യനും നമുക്കും ഒരുപോലെ നാശമുണ്ടാകുന്നത്. ഒന്നോർക്കണം, ഈശ്വരനല്ലാതെ ആരും നമ്മോട് കൂടെയില്ല. ഉണ്ടോ? എന്തെല്ലാം ലക്ഷങ്ങളുണ്ടാക്കിയാലും, എത്ര കോടികളുണ്ടാക്കിയാലും, എത്ര വലിയ വീടുകളുണ്ടാക്കിയാലും, എന്നൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ആര് മാത്രമേ നമ്മളോട് കൂടെയുള്ളൂ? ഈശ്വരൻ മാത്രമേ ഉള്ളൂ, അല്ലേ? അത് മരുത്വാമലയിൽ ഇരുന്നു കൊണ്ട് ശിവശതകം എഴുതുമ്പോൾ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എഴുതി അത്, അല്ലേ? ജനകനും അമ്മയും ആത്മസഖി പ്രിയ, ജനവുമടുത്തയൽവാസികളും മുതാ, ജനനമെടുത്തു പിരിഞ്ഞിടുമെപ്പോഴും, തനിയെ ഇരിപ്പതിനേ തരമായി വരൂ. എന്താ പറഞ്ഞത്? ജനകനും അമ്മയും ആത്മസഖിപ്രിയരും. ആരൊക്കെയത്? അച്ഛൻ, അമ്മ, പ്രിയപ്പെട്ട കൂട്ടുകാര്, അല്ലേ? അവരൊക്കെ എന്തു ചെയ്യും? നമുക്ക് ധനമുള്ളപ്പോഴും നമുക്ക് ആരോഗ്യമുള്ളപ്പോഴും ഒക്കെ ഇവരെല്ലാവരും നമ്മുടെ കൂടെയുണ്ട്, ഇല്ലേ? പക്ഷേങ്കിൽ ഇവരെല്ലാം ജനിക്കും, മരിക്കും, പോകും നമ്മളുടെ ഇടയിൽ നിന്ന്. പക്ഷേ ഒരിക്കലും പോകാതെ ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ഈശ്വരനുണ്ട്. ദൈവദശകത്തിൽ എവിടെ അത് പറഞ്ഞു തരുന്നത്? ദൈവദശകത്തിൽ എവിടെയാണ് അത് പറഞ്ഞു തരുന്നത് ഗുരു? ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം, നിന്നിൽ അസ്പന്ദമാകണം. കണ്ടോ? ഈ ജനകനെ അമ്മയൊക്കെ എണ്ണി എണ്ണി നമ്മൾ വിട്ടത് മനസ്സിലായോ? സൂര്യചന്ദ്രാദികളെയും നമ്മുടെ ബന്ധുജനങ്ങളെയും ഒക്കെ നമ്മൾ എണ്ണി 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 വിടുകയാണ്. വിട്ട് കഴിയുമ്പോൾ നമുക്ക് ആര് മാത്രമേ ഉള്ളൂ? ഈശ്വരനല്ലാതെ മറ്റാരും ഇല്ല എന്ന്, അല്ലേ? പക്ഷെ അവസാനം മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്തേ ഉള്ളെന്ന്, ഈശ്വരനെ ഉള്ളെന്നല്ലേ? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെൺപിള്ളേരുടെ പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എൻ്റെ ഭഗവാനെ, എൻ്റെ അമ്മേനെ കാത്തുകൊള്ളണേ, എൻ്റെ അച്ഛനെ കാത്തുകൊള്ളണേ. കാരണം എന്താണ്? അച്ഛനും അമ്മ ഇല്ലാതെ ഇവക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഇവരുടെ വിചാരം അതാണ്. അച്ഛനെ അമ്മേനെയും കാത്തുകൊള്ളണേ. എന്തെങ്കിലും അച്ഛനൊരു മേലാഴിക വന്നാൽ, അമ്മയ്ക്കൊരു മേലാഴിക വന്നാൽ നമുക്ക് വളരെ സങ്കടമല്ലേ? സഹിക്കാൻ പറ്റൂല, അല്ലേ? കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ ആർക്കായിരിക്കും പ്രയോറിറ്റി? ആർക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്? എൻ്റെ ദൈവമേ, എൻ്റെ കെട്ടിയോനല്ലേ? അച്ഛനും അമ്മയൊക്കെ അവിടെ എന്നെ ഇപ്പം കാക്കുന്നത് ആരാണ്? എൻ്റെ കെട്ടിയോനാ, അല്ലേ?
കെട്ടിയോന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പം നമ്മൾ വലിയ ജേതാവായി, കല്യാണമൊക്കെ കഴിച്ച് നമ്മൾ ജേതാവായി, ഇഷ്ടംപോലെ സ്വർണ്ണമൊക്കെ കഷ്ടപ്പെട്ട് അച്ഛനും അമ്മയൊക്കെ തന്നുവിട്ട് അതൊക്കെ ആയിട്ട് നമ്മൾ സുഖമായിട്ട് ജീവിക്കുമ്പോൾ അച്ഛനെ അമ്മേനെയൊക്കെ പാതി വഴിയിൽ നമ്മളവിടെ നിർത്തിയിട്ട് പിന്നെ ആരോടാ? എൻ്റെ സ്വന്തം കുടുംബം അല്ലേ, എൻ്റെ ഭർത്താവ്. അപ്പം എൻ്റെ ഭർത്താവിന് പ്രയോറിറ്റി കൊടുക്കും അല്ലേ. അങ്ങനെ ഭർത്താവിന് പ്രയോറിറ്റി കൊടുത്ത് 2-3 വർഷമാകുമ്പം നമുക്ക് 2 മക്കളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുന്നത്? ദൈവമേ എൻ്റെ കുഞ്ഞ് അല്ലേ. നമ്മുടെ ചിന്ത ഇങ്ങനെ പോവുകയാണ് അല്ലേ. എൻ്റെ ഭഗവാനെ എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. അയ്യോ, കുഞ്ഞിന് ഒരു കാലയിലൊരു മുള്ളു കൊണ്ടാൽ അമ്മയ്ക്ക് സഹിക്കോ? ഇല്ല, ഭയങ്കര സങ്കടമാണ്. അങ്ങനെ കുഞ്ഞേ എന്നുള്ള വിചാരത്തിലാണ്. കുഞ്ഞേന്ന് വിചാരിക്കുമ്പം ഭർത്താവ് എന്നുള്ള വിചാരം ഇച്ചിരി മാറ്റി വയ്ക്കുമ്പോഴാണ് ഭർത്താവ് ഐ ലവ് യൂടാ, ഐ മിസ് യൂടാ എന്നൊക്കെ പറഞ്ഞ് നിന്ന് ചേച്ചിയുടെ പുറകെ പോയാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണ്? എനിക്ക് 2 പിള്ളേരുണ്ട് അല്ലേ. അവരെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തുകയല്ലേ, കഷ്ടപ്പെട്ട് ഞാൻ വളർത്തി വലുതാക്കും. അങ്ങനെ പിള്ളേരെ കഷ്ടപ്പെട്ട് നമ്മൾ ചേട്ടനോടുള്ള ദേഷ്യം എല്ലാം കൂടെ കൂട്ടിയാണ് പിള്ളേരെ വളർത്തുന്നത്. നന്നായിട്ട് വളർത്തും അല്ലേ. ഏത് പണിക്ക് പോയാലും പിള്ളേരെ വളർത്തി. ഒരാൾ ഡോക്ടറുമായി, ഒരാൾ എഞ്ചിനീയറുമായി. ഡോക്ടറായ ചേട്ടൻ എന്ത് ചെയ്തു? ഒരു ഡോക്ടറമ്മയെ കല്യാണം കഴിച്ചങ്ങ് മാറി. എഞ്ചിനീയറായ ചേച്ചി ഒരു എഞ്ചിനീയർ ചേട്ടനെയും കൊണ്ട് പോയി. ആര് തന്നെയായി? അമ്മ തന്നെയായി അല്ലേ. അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ആണോ? അല്ല. അപ്പം നമ്മൾ എന്നാ പറയും? എന്നായാലും 10 സെൻറ്റ് സ്ഥലവും ഈ പെര എൻ്റെതാണല്ലോ, ഇവിടെ ഞാൻ കിടക്കൂലേ. കൈ കുത്തിയ തല പൊങ്ങുന്നിടം വരെ വേലയെടുത്ത് ഞാൻ ജീവിക്കും. എനിക്കാരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ അഹംഭാവമാണ് അല്ലേ. നമ്മുടെ അഹന്ത നമ്മളിൽ നിറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണിതൊക്കെ. അപ്പം അങ്ങനെ നമ്മൾ ആ ചിന്തയോടുകൂടി ജീവിക്കുകയാണ്. അപ്പോഴാണ് വലിയ പെരുമഴ വന്നത്. 2018 ഓർക്കുന്നില്ലേ? വലിയ പെരുമഴ വന്നു. അറിയാൻ മേലാത്ത മന്ത്രി എന്ത് ചെയ്തു? ഡാം തുറന്നു വിട്ടു. മൊത്തത്തിൽ വെള്ളം ഒഴുകി നമ്മുടെ വീടിൻ്റെ അതിലേ വന്നു. വീടോടുകൂടി കുത്തിയൊലിച്ച് ഇത് അറേബ്യൻ കടലിൽ പോയി പതിച്ചു അല്ലേ. അവിടെ പതിച്ച് ഇങ്ങനെ കിടക്കുമ്പോഴാണ് കൈകാലിട്ടടിക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. ആരെ വിളിക്കും? എൻ്റെ ഭഗവാനെ. ആരെ രക്ഷിക്കണം? അപ്പം ആരേ ഉള്ളൂ രക്ഷിക്കാൻ? പണ്ടുണ്ടായിരുന്ന അച്ഛനും അമ്മയില്ല. ഉണ്ടോ? അത് കഴിഞ്ഞ് വന്ന ഭർത്താവില്ല. ഉണ്ടോ? പിന്നെ ഞാൻ ആറ്റുനോറ്റ് വളർത്തിയ മക്കളില്ല, അയൽവക്കംകാരില്ല, ബന്ധുക്കളില്ല. ആര് മാത്രമേ ഉള്ളൂ? എന്നും എപ്പോഴും നമ്മളുടെ കൂടെ ആര് മാത്രമേ ഉള്ളൂ? ഈശ്വരൻ. അതാണ് ഗുരു എണ്ണി പറഞ്ഞത്. ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. കണ്ടോ എത്ര മനോഹരമായിട്ട് ഗുരു ആ ജീവിതത്തെ നമുക്ക് കാട്ടിത്തരികയാണ്, വരച്ച് കാട്ടുകയാണ്. ഇതിനെയൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിച്ചാൽ എന്താ കുഴപ്പം അല്ലേ? ഒരു കുഴപ്പവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കുഴപ്പങ്ങളെയൊക്കെ ഒന്ന് മാറ്റിവെക്കുവാനായിട്ട് അല്ലേ, ധാർമ്മികമായ ചിന്ത, ധാർമ്മിക മൂല്യങ്ങൾ വളർത്തുവാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് വളർത്തുവാൻ ഗുരുവിൻ്റെ ഓരോ വചനങ്ങളും നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമുക്ക് ഈ ഒരു ഗുരുദേവ കൃതിയിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ എടുത്തിട്ട് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, ഈ ഗുരുദേവ കൃതിയിൽ സർവ്വവുമുണ്ട് എനിക്കുള്ളത് ഇല്ലേ, എല്ലാം ഇല്ലേ, എന്തെങ്കിലും നമുക്ക് ഇല്ലാഴുക ഉണ്ടോ? സർവ്വവും ഈ കൃതിയിൽ ഇങ്ങനെ അടക്കി ഗുരു ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിനനുസരിച്ച് ജീവിച്ചാൽ മാത്രം മതി അല്ലേ. അതുകൊണ്ട് ധാർമ്മികമായ ഒരു ജീവിതം നമുക്കുണ്ടാവണം. ഇപ്പോൾ ഗുരുദേവ തൃപ്പാദങ്ങൾ, ഇപ്പം നമ്മൾ ചപലതയുള്ള മനുഷ്യരാണ് അല്ലേ. എന്ത് കണ്ടാലും നമുക്ക് കുറ്റം പറയണം, എന്ത് കണ്ടാലും നമുക്കത് എന്താണെന്നൊന്ന് അറിയണം. വേണ്ടേ? മായാ സജീവ് ഇവിടെ വന്നു ഉടനെ നമ്മൾ ചിന്തിക്കണം, എവിടെ നിന്നാ പെണ്ണ് വരുന്നത്? ഇവിടെ വരാത്തവരൊക്കെ ചോദിക്കും. ഇവിടെ വരാത്തവർ ചോദിക്കുന്നൊരു ചോദ്യം, എവിടെ നിന്നാ പെണ്ണ് വരുന്നത്? എന്നാ പ്രായമുണ്ട്? കെട്ടിച്ചതൊക്കെയാണോ? അടുത്തൊക്കെ ഉള്ള പെണ്ണാണോ? എന്തെല്ലാം കാര്യം നമുക്കറിയണമെന്നറിയാവോ? എന്നെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇവിടെ വരാത്തവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മളോട് ചോദിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. നമ്മളെല്ലാവരും അങ്ങനെ അല്ലേ, നമ്മളെല്ലാവരും അങ്ങനല്ലേ. അപ്പോൾ ഗുരു പറയുന്നത് ഈശ്വരനെ അറിയണമെങ്കിൽ നിർവൃത മാനസനാവണം. വേണ്ടേ? കോ നാമദേശകാജാതിഹി പ്രവൃത്തിക്കാക്കിയദ്വയഃ ഇത്യാദിവാദോപരതിഹി യസ്യ തസ്യൈവ നിർവൃതിഹി. എവിടെ എഴുതിയതാണെന്നറിയാവോ? എവിടെ എഴുതിയതാ? രമണാശ്രമത്തിന് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ചെല്ലുമ്പോൾ രമണ മഹർഷിയുടെ ഡയറിയിൽ ഗുരു തൃപ്പാദങ്ങൾ എഴുതി വെച്ചു, കോ നാമ പേരെന്താണ്, ദേശമേതാണ്, പിന്നെയോ
കോ നാമദേശക, പിന്നെയോ പ്രവൃത്തി, ജോലി എന്താണ്, കിയദ്വയഃ, എല്ലാ പ്രായമുണ്ട്. ഇതൊന്നും അന്വേഷിക്കാൻ നമുക്ക് പറ്റത്തില്ല അല്ലേ? ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടേ നമ്മളൊരു മനുഷ്യനെ പറ്റി ബാക്കി ചിന്തിക്കാറുള്ളൂ. ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യം ഇല്ല. ഇതൊക്കെ ഉപരമിച്ചവൻ ആരാണോ അവർക്കേ നിർവൃത മാനസനാകുവാൻ സാധിക്കുള്ളൂ. എവിടെ നിന്ന് വരട്ടെ അല്ലേ, ഏത് പ്രായമാവട്ടെ, ഏത് ലിംഗമാവട്ടെ, ഏത് ജാതിയാവട്ടെ, ആരായാലും എന്താണ്? ഈശ്വര സൃഷ്ടിയാണ് അല്ലേ? അങ്ങനല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? ഈശ്വര സൃഷ്ടിയാണ്. അതുകൊണ്ട് ആ ഈശ്വര സൃഷ്ടിയെ സ്നേഹിക്കുകയും അവരോട് ദയ കാണിക്കുകയും ചെയ്യേണ്ടത് എൻ്റെ കടമയാകുന്നു, എൻ്റെ കർമ്മമാകുന്നു, എൻ്റെ കർത്തവ്യമാകുന്നുവെന്നായിരിക്കണം നമ്മളുടെ മനോഗതം, നമ്മളുടെ മനോനില. അവിടെ മാത്രമേ നമുക്ക് എന്തുണ്ടാവുന്നുള്ളൂ? അതാണ്, അവിടെ മാത്രമേ നമുക്ക് ഈശ്വരീയത ഉണ്ടാകുന്നുള്ളൂ എന്നാണ് ഗുരു പറഞ്ഞത് അല്ലേ? ആ ഈശ്വരീയതയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഗുരുദേവ തൃപ്പാദങ്ങൾ സർവരെയും അങ്ങനല്ലേ കണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഗുരുവിൻ്റെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ വെറുതെ ഒന്ന് ഗുരുവിൻ്റെ ജീവിതത്തിലൂടെ യാത്ര ചെയ്താൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാര്യം അതാ അല്ലേ? ദേശം നോക്കി ഒന്നും ചെയ്തില്ല. കാരണം ദേശവും കാലവും ഒക്കെ നമ്മളായിട്ടുണ്ടാക്കി വെച്ചതാണ് അല്ലേ? എവിടാ ഗുരു പറഞ്ഞു തന്നത്? കാലവും ദേശവും നമ്മളുണ്ടാക്കി വെച്ചതാണെന്ന്. കാലവും ദേശവും നമ്മളുണ്ടാക്കി വെച്ചതാണെന്ന് ഗുരു ഏത് കൃതിയിലാണ് പറഞ്ഞു തന്നത്? ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഇപ്പോൾ ആലോചിക്കുക. ഗുരു പറയാത്തതായിട്ടൊന്നുമില്ല. ഉണ്ടോ? കാലാദിയായ മൃദുനൂലാലെ നെയ്യുമൊരു ലീലാപടം ഭവതി മേലാകെ മൂടും, അതിനാലാരും ഉള്ളതറിവിലാകമാന്ത നിലയേ. കണ്ടോ പറഞ്ഞത്? കാലം ദേശം മുതലായ മൃദുനൂലാലെ ഈ ഒരു മൂടുപടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഉള്ളതിനെ ആരും അറിയുന്നില്ല. യഥാർത്ഥത്തിൽ ഈശ്വരനെ ആരും അറിയുന്നില്ല. ഉണ്ടോ? നമ്മൾ കാലം നോക്കിയും ദേശം നോക്കിയും സ്നേഹിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഇതാ യൂറോപ്പിൽ നിന്ന് വന്ന ഒരു സായിപ്പ്. ഏത് സായിപ്പിനാ ഗുരുദേവ തൃപ്പാദങ്ങൾ സന്യാസദീക്ഷ കൊടുത്തെന്നറിയാവോ? ഏണസ്റ്റ് കെർക്ക് കേട്ടിട്ടുണ്ടോ? ഏണസ്റ്റ് കെർക്ക് എന്ന് പറയുന്ന ആ സായിപ്പ് രമണ മഹർഷിയുടെ അടുത്താണ് വന്നത്. രമണ മഹർഷിയുടെ രമണാശ്രമത്തിലാണ് മെഡിറ്റേഷന് വന്നത്. അവിടെ വന്നപ്പോൾ രമണ മഹർഷിയാണ് പറഞ്ഞ് എങ്ങോട്ട് വിട്ടത്? ശിവഗിരിയിലേക്ക് വിട്ടു. ശിവഗിരിയിൽ വന്ന് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളോടൊപ്പം ചേർന്ന് ഗുരു ആരാണെന്ന് മനസ്സിലാക്കി ഗുരുവിനോട് ചേർന്ന് ജീവിച്ചു. ഈശ്വരീയമായ ചിന്തകൾ മാത്രം ഏണസ്റ്റ് കെർക്കിന് കൊടുത്തുകൊണ്ട് സന്യാസദീക്ഷ കൊടുക്കുന്ന അന്ന് ഏണസ്റ്റ് കെർക്കിന് ഭാരതത്തിൻ്റെ കാവ്യ കൊടുത്തില്ല. കൊടുത്തോ? കോട്ടും സ്യൂട്ടും ഷൂവും ടൈയും കൊടുത്തു. ആർക്ക് കൊടുത്തു? ഏണസ്റ്റ് കെർക്കിന്. സന്യാസദീക്ഷ കൊടുത്തത് അങ്ങനെയാണ് ഗുരു അല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കാലത്തെയും ദേശത്തെയും അല്ല ഗുരു സ്നേഹിച്ചത്. ആണോ? മനുഷ്യ ഹൃദയങ്ങളെ അല്ലെങ്കിൽ ഈശ്വര സൃഷ്ടികളെയാണ് ഗുരു സ്നേഹിച്ചത്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് ഒരു പീഡയറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ. കുറച്ച് സമയത്തേക്ക് മാത്രമാണോ? ആണോ? ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് ഇച്ചിരി സമയത്തേക്ക് മാത്രമാണോ ചിന്തിച്ചത്? അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കരുണാകര നൽകുകൊള്ളിൽ നിൻ തിരുമെയ് വിട്ടകലാതെ ചിന്തയും. ഈശ്വരൻ്റെ മെയ് വിട്ട് മറ്റൊന്നും ചിന്തിക്കാതിരിക്കുന്നവർക്ക് ഒരു എറുമ്പിന് പോലും പീഡ കൊടുക്കാൻ പറ്റിയല്ല. പറ്റുമോ? ഇല്ല. അപ്പോൾ എറുമ്പിനെ പിടിക്കുമ്പോൾ ഗുരുദേവ തൃപ്പാദങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏറ്റവും ചെറിയ ജീവിയായ എറുമ്പിലേക്ക് ചെന്ന് ആ എറുമ്പിൻ്റെ ജീവിതത്തെ കണ്ട് നമ്മളെ ഒന്ന് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത് അല്ലേ? എറുമ്പിൻ്റെ ജീവിതം എങ്ങനെയാ? എറുമ്പിൻ്റെ ജീവിതത്തിന് ചില പ്രത്യേകതകളുണ്ട്. എന്താണ്? നമ്മുടെ ജീവിതം പോലാണോ? നമ്മുടെ ജീവിതം പോലാണോ എറുമ്പിൻ്റെ ജീവിതം? അല്ല. രാവിലെ ഉറുമ്പ് എഴുന്നേറ്റ് വീടിൻ്റെ വാതിൽക്കൽ വന്നപ്പോൾ അവിടെ 1 മണി അരി കിടന്നു. ഉറുമ്പ് അത് കണ്ടു.
രാവിലെ ജാനകി ചേച്ചി എഴുന്നേറ്റ് വീടിൻ്റെ വാതിക്കെ വന്നപ്പോൾ റേഷൻ കടയിൽ കൊണ്ടുപോയ ഒരു ചാക്കരി ഊർന്ന് താഴെ വീണ് അവരുടെ വാതിക്കെ കിടന്നു. ഉറുമ്പ് എങ്ങനെ കാണും? ജാനകി ചേച്ചി അങ്ങനെ കാണും. ഒന്ന് പറഞ്ഞേ. ജാനകി ചേച്ചി എന്നെ എടുക്കും, ചേട്ടനെ വിളിക്കും, ചേട്ടാ എനിക്കിത് തന്നെ പൊക്കാൻ മേല. എന്നെ ചെയ്യും? ചേട്ടനും കൂടെ വാ, നമുക്ക് പൊക്കി ഇതകത്തോട്ട് വെക്കാം. ആരും കണ്ടിട്ടില്ല. കണ്ടോ? ആരും കണ്ടിട്ടില്ല. നമുക്ക് തന്നെ ഉപയോഗിക്കാം. ഉറുമ്പെന്ന ചെയ്യും? കൂടെയുള്ള എല്ലാവരെയും വിളിക്കും, ഇല്ലേ? എന്താ, 1 മണി അരി കിട്ടിയിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? എല്ലാവർക്കും കൂടെ പങ്കുവയ്ക്കാം. അതാർക്കില്ല? മനുഷ്യനില്ല. ഉണ്ടോ? എല്ലാവർക്കും പങ്കുവെക്കുന്ന സ്വഭാവമാണ് നമുക്കില്ലാത്തത്, അല്ലേ? നമുക്ക് കിട്ടിയ ജ്ഞാനം പങ്കുവെക്കണം, വേണ്ടേ? നമുക്ക് കിട്ടിയ സർവ്വതും, നമുക്ക് കിട്ടിയ സന്തോഷം പങ്കുവെക്കണം, വേണ്ടേ? നമുക്ക് കിട്ടിയ ആഹാരം ഇല്ലാത്തവന് പങ്കുവെക്കണം നമ്മൾ. അപ്പോൾ മാത്രമാണ് ഈശ്വരീയമായിട്ടുള്ള ജീവിതം നമുക്ക് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാ? കൃപാലു ചെയ്യുന്നത് എന്താണെന്നും കൃപണൻ ചെയ്യുന്നത് എന്താണെന്നും ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലേ? എന്താ പറഞ്ഞു തന്നിരിക്കുന്നത്? അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം. ഗുരു പറഞ്ഞെന്ന കേട്ടോ? എന്താണ്? അപരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യവും അതാ. കൃപാലുവാണ് ഗുരു, അല്ലേ? ഗുരുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ഗുരു എന്തെങ്കിലും ചെയ്തോ? അന്യർക്ക് ഗുണം ചെയ്വതിന് ആയുസ്സും വപുസും ആത്മതപസ്സും ബലിയർപ്പിച്ചു ഗുരു. ചെയ്തില്ലേ? ഇതാ കൃപാലുവായും ഗുരുവിനെ നമ്മൾ അവിടെ കാണുകയാണ്, അല്ലേ? നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ട് നമ്മളെല്ലാവരും ശ്രീനാരായണീയരാണെന്ന് പറയുകയാണ്. നമ്മൾ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ശ്രീനാരായണീയരാണ്. ശ്രീനാരായണ ഗുരുവിനെ പ്രാർത്ഥിക്കുന്നവരല്ല ശ്രീനാരായണീയർ, ആണോ? ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങളെ അനുസന്ധാനം ചെയ്യുന്നവർ, അല്ലേ? ഗുരുവിനെ അനുസന്ധാനം ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ശ്രീനാരായണീയർ. അതിന് കാലമോ ദേശമോ ഒന്നുമില്ല, ഉണ്ടോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാലവും ദേശവും അംഗീകരിച്ചുകൊണ്ടല്ല ഒരു ഗുരുവിനെ അനുസന്ധാനം ചെയ്യുക. ഗുരുവിൻ്റെ വചനങ്ങളെ പഠിച്ചുകൊണ്ട് ഗുരു എന്താണോ ലോകത്തിന് നൽകിയത് ആ മാതൃകയിൽ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മളെല്ലാവരും ആരായി മാറുന്നത്? ശ്രീനാരായണീയരായിട്ട് മാറുന്നത്, അല്ലേ? അപ്പം മക്കളോട് സ്നേഹമുണ്ടാകുക ഇല്ല എന്നുള്ളതല്ല. മക്കളെ സ്നേഹിക്കണം, ഭാര്യയെ സ്നേഹിക്കണം, കുടുംബത്തെ സ്നേഹിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം. എല്ലാവരെയും എങ്ങനെ സ്നേഹിക്കണം? ഈശ്വരനെ കാണുന്നത് പോലെ കണ്ട് സ്നേഹിക്കണം. ഇതിൻ്റെയൊക്കെ ഉപരിയായിട്ട് ആരാ ഉള്ളത്? ഈശ്വരനാണുള്ളത്, അല്ലേ? അയൽപക്കക്കാരെയും അങ്ങനെ തന്നെ സ്നേഹിക്കണം, അല്ലേ? അതുകൊണ്ടാണ് ഗുരു അയൽപക്കക്കാരൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എങ്ങനെ പറഞ്ഞത്? അയലു തഴപ്പതിനായി അതിപ്രയത്നം നയമറിയും നരനാചരിച്ചിടേണം. അങ്ങനല്ലേ പറഞ്ഞത്? അയല് തഴപ്പതിനായിട്ട് അതിപ്രയത്നം ചെയ്യണം. ഇതെങ്ങനെ? അയലോക്കത്ത് തീ പുകഞ്ഞ ഉടനെ എന്നൊക്കെയാണോ മേടിച്ചോണ്ട് വരുന്നത്? എവിടെയാ? അയലോക്കത്ത് കാണുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്, അല്ലേ? നമുക്കില്ലേലും സാരമില്ല, അയലോക്കത്ത് ഉണ്ടാകാതിരുന്നാൽ മതി. നമ്മുടെയൊക്കെ ചിന്തകൾ അതാണ്. പക്ഷെ ഗുരു ഇവിടെ പറഞ്ഞു തരികയാണ്, അയൽ തഴപ്പതിനായിട്ട് അതിപ്രയത്നം ചെയ്യണം. നയമറിയും നരൻ, അല്ലേ? നയമറിയുന്ന നരൻ ചെയ്യേണ്ടത് എന്താണ്? അയൽ തഴപ്പതിനായിട്ട് അതിപ്രയത്നമാണ് ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോഴാണ് നമ്മളൊക്കെയും ഈശ്വരീയത ഉള്ളവരായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഈശ്വരനെ അറിയുവാനായിട്ട് ഈശ്വരൻ നമ്മുടെ കയ്യെ പിടിക്കണം, വേണ്ടേ? നമ്മുടെ പ്രാർത്ഥന എന്താണ്? ദൈവദശകത്തിൻ്റെ 1-ാമത്തെ ശ്ലോകത്തിൽ പ്രാർത്ഥിച്ചേ എങ്ങനെയാണെന്ന്? ദൈവമേ കാത്തുകൊൾകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ
ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻപദം. ഭഗവാനാകുന്ന ആവിക്കപ്പലിൽ, ഭഗവാന്റെ പദമാകുന്ന ആവിക്കപ്പലിൽ കയറി എനിക്ക് അക്കരെ എത്തണം. വേണ്ടേ? അതല്ലേ നമ്മുടെയൊക്കെ ലക്ഷ്യം. അതിന് ഭഗവാൻ എന്ത് ചെയ്യണം? ഭഗവാൻ എന്ത് ചെയ്യണം? കയ്യിൽ പിടിക്കണം. അങ്ങനല്ലേ നമ്മൾ പ്രാർത്ഥിച്ചത്? നമ്മുടെ കയ്യിൽ ഭഗവാൻ പിടിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഭഗവാന് പിടിക്കാൻ പറ്റുന്ന കൈയാണോ നമ്മുടെ? ആണോ? അവിടാണ് നമ്മൾക്ക് തെറ്റുകൾ പറ്റുന്നത്, അല്ലേ? നമ്മൾ ഓടിച്ചെന്ന് ഭഗവാന്റെ കയ്യിൽ പിടിക്കാറുണ്ട്, അല്ലേ? എപ്പോഴും പിടിക്കാറുണ്ട്. പിള്ളേരുടെ പരീക്ഷ വരുമ്പം, വീടിൻ്റെ പണി നടക്കാതിരിക്കുമ്പം, പിന്നെയോ വലിയ വലിയ രോഗങ്ങൾ വരുമ്പോൾ, കാര്യസാധ്യങ്ങളൊക്കെ ഈ നടക്കാൻ നേരത്ത് ഓടിച്ചെന്ന് നമ്മൾ എന്തു ചെയ്യും? ഭഗവാന്റെ കയ്യെ പിടിക്കും. കാര്യം നടന്നു കഴിയുമ്പോഴോ പിന്നെ എനിക്ക് തന്നെത്താനെ മതി, പോരെ? പിന്നെ ഞാൻ തന്നെത്താനെയാണുള്ള ജീവിതമാണ് എനിക്കിഷ്ടം. അതാണ് ഗുരു ഇവിടെ പറയുകയാണ്, ദൈവമേ കാത്തുകൊള്ളുക അങ്ങു കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ കൈവിട്ട് കളയരുതേ ഭഗവാനെ. ഭഗവാൻ ഞങ്ങളുടെ കയ്യിലൊന്ന് പിടിക്കുക. ഇതാണ് വലിയൊരു തോടിൻ്റെ അക്കരെ കടക്കണം. അക്കരെ കടക്കുമ്പോൾ എന്താണ്? ഒരു കുഞ്ഞു കൊച്ചും അമ്മയും കൂടെ കയറുകയാണ്. എന്ത് ചെയ്യണം? കൊച്ച് അമ്മയുടെ കയ്യെ പിടിക്കണം, അമ്മ കൊച്ചിൻ്റെ കയ്യെ പിടിക്കണോ? അമ്മ പറയുകയാണ്, ഞാൻ സ്പീഡിൽ പോവാ, നീ എൻ്റെ കയ്യെ പിടിച്ചോ കേട്ടോ എന്നും പറഞ്ഞ് അമ്മ കയറി. മുകളിൽ ചെന്ന്, കൈവരിയില്ലാത്ത പാലമാണ്. അമ്മയ്ക്ക് നല്ല സൂക്ഷ്മമായിട്ട് നടക്കാനറിയാം. കൊച്ചിനറിയാവോ? കൊച്ചിനറിയില്ല. എന്താണ്? ചാപല്യമുള്ള കുട്ടിയാണ്, അല്ലേ? ചാപല്യമുള്ള കുട്ടി താഴേക്ക് നോക്കുമ്പോൾ നല്ല നിറമുള്ള വഞ്ചികളും നല്ല നല്ല മീനുകളുമൊക്കെ ചലിച്ച് ഇങ്ങനെ പോകുന്നു. കുട്ടി എന്തിട്ട്? ശ്രദ്ധ തെറ്റി, അല്ലേ? കാല് വഴുതി. എന്ത് സംഭവിച്ചു? താഴേക്ക് വീണു. അമ്മയുടെ കയ്യിൽ കുട്ടി ഉണ്ടായിരുന്നല്ലോ. അമ്മയുടെ കയ്യിൽ കുട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടി രക്ഷപ്പെട്ടോ? കുട്ടി രക്ഷപ്പെട്ടില്ല. നേരെ മറിച്ച് അമ്മ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നെങ്കിലോ, അവനൊരല്പം ശ്രദ്ധ തെറ്റിയെങ്കിൽ പോലും അമ്മയുടെ പിടുത്തം മുറുകിയിരിക്കുന്നത് കൊണ്ട് എത്ര ശ്രദ്ധ തെറ്റിയാലും എന്തു പറ്റുന്നില്ല? അവൻ താഴേക്ക് വീഴുന്നില്ല. അവൻ്റെ ജീവന് നാശം ഉണ്ടാവുന്നില്ല. ഇതാണ് ഗുരു ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. കൈവിടാതെ ഇങ്ങോ ഞങ്ങളെ. കണ്ടോ? ഭഗവാൻ നമ്മുടെ കയ്യിൽ പിടിക്കണം. അതിനെന്താണ്? ഭഗവാന് നമ്മളോട് അതുപോലെ അരുളുണ്ടാവണം. വേണ്ടേ? ഈശ്വരന് നമ്മളോട് അതുപോലെ അരുളുണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ നമ്മുടെ കയ്യിൽ മുറുകെ പിടിക്കുകയുള്ളൂ. അതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. എന്ത്? എനിക്ക് അക്കരെ എത്തണം. എന്താണ് നമ്മുടെ ലക്ഷ്യം? എന്താ ലക്ഷ്യം? ലക്ഷ്യമൊന്നുമില്ലേ? ഒരു ലക്ഷ്യവും ഇല്ലാത്തവരാ നമ്മൾ. മരിച്ച വീട്ടിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ ലക്ഷ്യം പാടുന്നല്ലേ? ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, മരിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ലക്ഷ്യം പാടുന്നത് എങ്ങനെയാണ്? ഇവിടെ അങ്ങ് മരിച്ച വീട്ടിൽ പോകാറില്ലേ? പിന്നെ മരിച്ച വീട്ടിൽ പോകാറുണ്ട്. മരിച്ച വീട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണെന്നറിയാം? മരിച്ച വീട്ടിൽ മൂക്കി പഞ്ഞിയും വെച്ച് കിടക്കുന്ന ചേട്ടൻ്റെ അടുത്ത് പോയി നിന്നാണ് കാർത്തിയാനി ചേച്ചിയും സരതനി ചേച്ചിയും കൂടെ വർത്താനം പറയുന്നത്. എന്താ പറയുന്നറിയാമോ? എൻ്റെ എടി ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടൊന്ന് കാണാൻ പറ്റി. എത്ര കാലമായിട്ടൊന്ന് കാണണമെന്ന് വിചാരിക്കുന്നതാ. ആരെയാ? ഈ പഞ്ഞിയും വെച്ച് കിടക്കുന്ന ആളെയല്ല, നമ്മൾ രണ്ടുപേരും, അല്ലേ? അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ മൂക്കി പഞ്ഞിയും വെച്ച് കിടക്കുന്ന ചേട്ടൻ്റെ അടുത്തിരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ കരയും. അവരുടെ സ്വന്തം ബന്ധുജനങ്ങളൊക്കെ ഇരുന്ന് കരയും. എൻ്റെ ചേട്ടാ ഇട്ടിട്ട് പോയല്ലോ, ഇനി ഞങ്ങൾക്ക് ആരുണ്ട്, അല്ലേ? അങ്ങനെ കരയുമ്പോഴാണ് നമ്മളിങ്ങനെ നോക്കിട്ടു, അയ്യോ പ്രാർത്ഥനക്കാരും വന്നില്ലേ? ആരാ വരാനുള്ളത്? ആരാണ്? പ്രാർത്ഥനക്കാർ. TA, DA, PF എല്ലാം കൊടുത്ത് നമ്മൾ SNDPക്കാർ തീരുമാനിച്ച് വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. ആര്? ആണോ? അല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ 5 or 6 ചേച്ചിമാർ മാത്രമാണ് 2 or 3 പുസ്തകം കയ്യിലെടുത്തുകൊണ്ട് എവിടെ വരുന്നത്? മരിച്ച വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. ബാക്കിയുള്ളവരെല്ലാം എന്തിനു വരുന്നതാണ്? വർത്തമാനം പറയാനായിട്ട് വരുന്നതാണ്. അവിടെ നിന്നുകൊണ്ട് വർത്തമാനം പറഞ്ഞ് അവസാനം കർമ്മം ചെയ്യാൻ നേരത്ത് ആ വരുന്ന ശാന്തി പറയും, എല്ലാവരും ഒന്ന് മിണ്ടാതെ നിൽക്കൂ, കർമ്മം ആരംഭിക്കാൻ പോവുകയാണ്. കേട്ടിട്ടുണ്ടോ? ഇത് പറയാത്ത ഒരൊറ്റ വീട് പോലും ഇല്ല. ഉണ്ടോ? നാണക്കേട് വരുന്നില്ലേ? ശ്രീനാരായണ ഗുരുവിൻ്റെ ജനങ്ങളാണ് നമ്മൾ, അല്ലേ? ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് മാറ്റണം, അല്ലേ? നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു കൃതിയില്ലാത്ത ഒരൊറ്റ വീട് പോലും കാണില്ല. കാണുമോ? ഇല്ല. ഏറിയാൽ 70 വർഷം അല്ലെങ്കിൽ 80 വർഷമാണ് ആയുസ്, അല്ലേ? ഈ ആയുസിനിടയിൽ ഇത് പഠിക്കാതെ അടുത്ത ജന്മത്തിൽ
പട്ടിയോ പൂച്ചയോ നായയോ അല്ലെങ്കിൽ കുരങ്ങോ ഒക്കെ ആയിട്ട് ജനിച്ചിട്ട് വേണം എനിക്കിതൊക്കെ ഒന്ന് പഠിക്കാൻ പറ്റുമോ? ഉത്കൃഷ്ടമായ മനുഷ്യജന്മം അല്ലേ, ഈശ്വരൻ തന്നിരിക്കുകയാണ് അറിവ് നേടുവാൻ, ഈശ്വരനെ അറിയുവാൻ അല്ലേ, ഈശ്വരനെ അറിയുവാൻ നമ്മൾക്ക് തന്നിരിക്കുന്ന ഉത്കൃഷ്ടമായ ഈ മനുഷ്യജന്മത്തിലല്ലാതെ നമുക്ക് പറ്റുമോ? ഈ മനുഷ്യജന്മം കഴിഞ്ഞാൽ എങ്ങനെയാ? ഇവിടെ കൃപ കൂടാതെ ജീവിച്ചത് അല്ലേ, കൃപ കൂടാതെ എങ്ങനെയാ? പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്ത് കൃമിയായി പിറക്കുന്നു. നൃപനായിട്ട് ജീവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കൃപയില്ലെങ്കിൽ അവൻ എങ്ങനെ ജനിക്കുന്നത്? കൃമിയായി പിറക്കുന്നു. പിന്നെയോ എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും. പറ്റുമോ? ജലത്തിലും മലത്തിലുമായിട്ട് ജീവിക്കുമ്പോൾ ഗുരുദേവ കൃതികളൊക്കെ പഠിക്കാമെന്ന് വിചാരിക്കാൻ പറ്റുമോ നമുക്ക്? പറ്റില്ല. ഈ മനുഷ്യജന്മത്തിൽ ഇതൊക്കെ പഠിച്ച് ശവ സംസ്കാരം അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? ശവത്തെ എന്ത് ചെയ്യുകയാണ്? നമ്മൾ സംസ്കരിക്കുകയാണ്. ഏറ്റവും നല്ലതാക്കുവാനാണ് നമ്മളവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് നിന്ന് പ്രാർത്ഥനക്കാർ വന്നിരുന്ന് പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുന്നറിയോ? ഇനി ജന്മമെടുപ്പിക്കരുതേ നാരായണ രാമ ഹരേ ജയ. എന്താ പാടിയത്? ഇനി മേലാൽ ജന്മം എടുപ്പിക്കരുത്. ആരെയാ? ഈ കിടക്കുന്നതിന് അല്ലേ. ജനിമരണങ്ങൾ ആർക്ക് വേണ്ട? എനിക്കിനി വേണ്ട. ആർക്ക് വേണ്ടിയാ പാടിയത്? മരിച്ച ആൾക്ക് വേണ്ടി പാടുന്ന. ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട പരിപാലയമ. ഇപ്പോൾ ഓർക്കും, അയ്യോ ഇതൊക്കെയാണോ പാടി വെച്ചതല്ലേ? എന്നാൽ ആലോചിച്ച് നോക്കി, മരിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം പാടുമ്പോൾ നമ്മൾ ഓർക്കണം, കുടിച്ച് കൂത്താടി നാട്ടുകാരെ തെറിയൊക്കെ പറഞ്ഞ് ഇതിലെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളൊരു കാലമാടൻ, 2 പിള്ളേരുണ്ട്, കല്യാണവും കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ള ഇവനൊക്കെ ചത്താ മതിയായിരുന്നു നമ്മൾ പറഞ്ഞതാ അല്ലേ. അപ്പോഴൊന്നും നമ്മൾ നന്മ പറഞ്ഞു കൊടുത്തില്ല. പറഞ്ഞു കൊടുത്തോ? കൊടുത്തില്ല. അങ്ങനെ ഡെയിലി അടിച്ചുകൊണ്ട് വന്ന് 45-ാം വയസ്സിൽ ഇവരെല്ലാം ഉരുകി തീർന്ന് ചത്ത് കിടക്കുമ്പോൾ നമ്മൾ ചെന്ന് പാടും എന്ത്? ഇനി ജന്മമെടുപ്പിക്കരുതേ അല്ലേ. ഇനി വേണ്ട ഇവൻ്റെ ജന്മം. നമുക്ക് ആരെയെങ്കിലും നന്നാക്കാൻ പറ്റുമോ? ആരെയെങ്കിലും രക്ഷിക്കാൻ നമ്മുടെ നാവിനെ കൊണ്ട് പറ്റിയോ? പറ്റിയില്ല അല്ലേ. നന്മകൾ പറഞ്ഞു കൊടുക്കുവാനോ ജീവിതത്തിൽ തിരുത്തലുകൾ വേണ്ടെടുത്ത് തിരുത്തുവാനോ നമുക്ക് സാധിക്കുന്നില്ല. ഇതാ ലോകത്തെ മുഴുവൻ ഗുരു തിരുത്തിയില്ലേ? തൻ്റെ 73 സംവത്സരക്കാലത്തെ ജീവിതത്തിൽ ലോകത്തെ മുഴുവൻ നന്മയിലേക്ക് നയിക്കുവാൻ മാത്രമാണ് ഓരോ നിമിഷവും ഗുരു ഇവിടെ ജീവിച്ചത് അല്ലേ. ഗുരുവിനെ പോലെ എല്ലാ നിമിഷവും നമ്മൾ ലോകർക്ക് വേണ്ടി ജീവിക്കേണ്ട, എങ്കിലും നമുക്കാകാവുന്നത്ര അല്ലേ ആദ്യം സ്വയം നന്നാവുകയും മറ്റുള്ളവരെ നന്നാക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം അല്ലേ. അതിന് നമുക്ക് എന്ത് വേണം? അറിവ് വേണം. ആ അറിവിലേക്ക് നമ്മെ കൈ പിടിച്ച് നടത്തുന്നത്, ഈ അറിവിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് ആരാകുന്നു? ഗുരുതൃപ്പാദങ്ങളാകുന്നു. ഇതല്ലേ നമ്മളെന്നും പഠിക്കുന്ന കാര്യം? ഇതല്ലേ ഈ കൃതികളിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. ഇതിന് വ്യത്യാസമെല്ലാം ഉണ്ടായോ? ഇത്ര സമയവും നമ്മൾ ഈ കൃതികളിലൂടെ മാത്രം കടന്നു പോകുമ്പോൾ ഇത് ഇനി കുറേയുണ്ട് പഠിക്കാൻ, കുറേയുണ്ട് പറയാനായിട്ട് അല്ലേ. ഒരു കൃതി മാത്രമായിട്ട് എടുത്ത് പറഞ്ഞാലും ഈ കൃതികളിലൂടെ എല്ലാം ഒരു ഓട്ടപ്രദക്ഷിണം വെച്ചാലും നമുക്ക് ലഭിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് അല്ലേ. അതുകൊണ്ട് ഈ കൃതികളെ നമുക്ക് ആകാവുന്നത്ര നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെയൊന്ന് പഠിക്കണം വേണ്ടേ. വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെയൊന്ന് ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരുവാനായിട്ട് നമ്മൾ അതിനെ ഒന്ന് പഠിക്കുവാൻ ശ്രമിക്കണം. 10, 20, 30 രൂപയൊക്കെ കൊടുത്താൽ കിട്ടും ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ. കിട്ടത്തില്ലേ? അത്രേ ഉള്ളൂ. വലിയ പുസ്തകങ്ങളൊന്നും വാങ്ങിക്കേണ്ട. ഓരോ കൃതികളുടെയും ചെറിയ ചെറിയ പുസ്തകങ്ങൾ ശിവഗിരി തീർത്ഥാടന സമയത്തൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ കൃതികളുടെ പുസ്തകങ്ങൾ വ്യാഖ്യാനങ്ങൾ കിട്ടും. അതൊക്കെ വാങ്ങിച്ച് 2, 3 പ്രാവശ്യം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു അംശമെങ്കിലും നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആ മനസ്സിലാക്കിയ കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ് അല്ലേ. ഗുരുദേവ തൃപ്പാദങ്ങൾ നമ്മളോട് പറഞ്ഞു ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് പറഞ്ഞു. സത്യത്തിൽ നമ്മൾ തന്നെയാണ് എന്തെങ്കിലും ഒരു ജീവിയെ കാണുമ്പോൾ നമുക്കതിനെ കല്ലെറിയണമെന്നോ പണ്ടൊക്കെ അങ്ങനെയാണ് അല്ലേ. ഇപ്പം ഗുരു ഏതെങ്കിലും ഒരു ജീവിയെ കൊന്നതായിട്ട് നമുക്കറിയാവോ? ഇല്ല. ഒരു കറുത്ത തേള് വന്ന് ഗുരുവിനെ ഒരിക്കൽ കുത്തി അല്ലേ. ഗുരു അതിനെ നോക്കിയിട്ട് പറഞ്ഞു ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഗുരു പറഞ്ഞെന്താ? ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ ഞാൻ നിന്നെ
ഒരു തരത്തിലും ഉപദ്രവിച്ചില്ലല്ലോ, നീ എന്താണ് ഇങ്ങനെയായിപ്പോയത്? നിൻ്റെ വിധി ഇതാകാം. അല്പസമയം കഴിഞ്ഞപ്പോൾ അത് ചത്തുപോയി. അത് ചത്തു കഴിഞ്ഞിട്ട് അതിനെ എടുത്ത് തോണ്ടി ദൂരോട്ടെറിഞ്ഞോ? ഇല്ല. ചന്ദന വിറക് കൊണ്ടുവന്നിട്ട് അതിനെ ദഹിപ്പിച്ചു ഗുരു. മനസ്സിലായോ? ചന്ദന വിറക് കൊണ്ടുവന്നിട്ട് അതിനെ, ആ കരിന്തേളിനെ ഗുരു ദഹിപ്പിച്ചു കളഞ്ഞു. ഒരു ജീവിക്കും ഒരു ദോഷവും വരരുതെന്നോർത്തിട്ടാണ് ആര് ജീവിച്ചത്? ഇവിടെ ഗുരു ജീവിച്ചത്. അപ്പം നമ്മളും അങ്ങനെ നമ്മുടെ സഹജീവികളോടെങ്കിലും നമ്മൾ എങ്ങനെ കാണിക്കണം? ധാർമ്മികത പുലർത്തുവാനായിട്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ, അല്ലേ, കുടുംബത്തിൽ മറ്റുള്ളവരോട് തന്നെ നമ്മളൊരു ധാർമ്മികത പുലർത്തി ജീവിക്കുവാൻ നമുക്ക് ഗുരുവിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാവണം. അതാണ് ഏറ്റവും. നമ്മൾ വെറുതെ കുറേ പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ സാധിക്കുവാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മളെല്ലാവരും അങ്ങനെ കാര്യസാധ്യത്തിന് വേണ്ടി ഈശ്വര സന്നിധിയിൽ എത്തുന്നവരാണ്. ഈശ്വര സന്നിധിയിൽ കാര്യസാധ്യത്തിനാണോ എത്തേണ്ടത്? ഗുരു അങ്ങനല്ല നമ്മളെ പഠിപ്പിക്കുന്നത്, ആണോ? അല്ല. കാര്യസാധ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ സാധ്യം എന്താണെന്ന് ഗുരു പഠിപ്പിച്ചു. എന്താണ്? ഞാനും നീയും ഒന്നാണ്, അല്ലേ? ഈശ്വരനും ഞാനും ഒന്നാണ്. മരണം വന്നാലും എനിക്ക് സങ്കടമില്ല. കാരണം എന്താ? മരണം വന്നാലും എനിക്ക് സങ്കടമില്ല. കാരണം എന്താണ്? ഈശ്വരനും ഞാനും ഒന്നാണ്. ഈശ്വരൻ വിധിച്ചത് നടക്കും. നടക്കില്ലേ? ഈശ്വരൻ വിധിച്ചതേ നടക്കുകയുള്ളൂ എന്നുള്ള ഒരു വലിയ അറിവ് നമുക്ക് ഉണ്ടാവുകയാണ്. എൻ്റെ അയൽപക്കത്ത്, ഞാനിപ്പോൾ എൻ്റെ വിവാഹം കഴിച്ചിട്ട് 26 വർഷമായി. എൻ്റെ അയൽപക്കത്ത് ഞാൻ ചെല്ലുമ്പോഴേ, ഇപ്പം ഗുരുദേവ കൃതികളൊക്കെ അന്ന് അവിടെ എങ്ങും നാട്ടിലെങ്ങും പ്രചാരമായിട്ടില്ല. എങ്കിലും എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. ഉച്ചയ്ക്ക് പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ തൊട്ട അയൽപക്കത്ത് ഒരു ചേച്ചിയുണ്ട്. ഇഷ്ടംപോലെ പശുവൊക്കെ ഉള്ള വീടാണ്. ഈ പശുവുള്ള വീട്ടിലെ ചേച്ചി എല്ലാ ദിവസവും ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് പോകുമ്പം ഈ ഉച്ച കഴിഞ്ഞത്തെ പ്രാർത്ഥനയ്ക്ക് അവിടെ കുറേ അമ്മച്ചിമാർ, ഈ പ്രായം കഴിഞ്ഞ അമ്മച്ചിമാർ മാത്രമാണ് പ്രാർത്ഥനയ്ക്കുള്ളത്. പിന്നെ ചെല്ലുന്നത് ചെറുപ്പക്കാരത്തിയായ ഞാനാണ്. അപ്പോൾ അല്ലാത്തവർക്കൊന്നും നേരെയില്ല പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട്. പിന്നെ ഈ ചേച്ചി എനിക്ക് ഞാൻ പറഞ്ഞു, ചേച്ചി ഈ ഞായറാഴ്ച ഉച്ച കഴിയുമ്പം പ്രാർത്ഥനയ്ക്ക് വരണം, എന്നല്ലേ നമ്മൾ ഈ 5-6 പേര് മാത്രം പോയാൽ എങ്ങനെ ചേച്ചി? എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉച്ചയാകുമ്പം ഒരു പുസ്തകവും കഷത്തി വെച്ച് ഇറങ്ങാൻ തനിക്ക് പറ്റുമായിരിക്കും, എനിക്കത് പറ്റത്തില്ല. എൻ്റെ ഭർത്താവ് വരും, മക്കൾ വരും, മൂത്ത മോളെ കെട്ടിച്ച് മരുമകൻ വരും, പിന്നെ ഈ പശുവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിനെയൊക്കെ നോക്കി നിർത്തേണ്ട എൻ്റെ ആവശ്യം. തനിക്ക് വീട്ടിൽ പണിയൊന്നും ഇല്ലാതിരിക്കുകയല്ലേ, അങ്ങ് പൊക്കോളാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ സമ്മതിച്ചു. തിരിച്ചു വന്നപ്പോൾ കാടി ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേ തിരിച്ചു വന്നപ്പോൾ ഈ ഇളക്കിയ കാടിയും കൊണ്ട് ചേച്ചി അകത്തോട്ട് പോയതാണ്. പശുവിൻ്റെ ചാണകത്തെ തെന്നി ഠുന്നൊന്ന് വീണ്. ഇത്രയേ ഉണ്ടായുള്ളൂ. ഈ നട്ടെല്ല് പൊട്ടിപ്പോയി. തിരിച്ചു വരുമ്പോൾ യശോദ ചേച്ചിയെ ആശുപത്രി കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടിരിക്കും. എനിക്ക് കിട്ടിയ അവസരമാണ്. എല്ലാ ദിവസവും ഈ പൊട്ടിയ നട്ടെല്ലുമായിട്ട് കിടക്കുന്ന ചേച്ചിയുടെ അടുത്ത് പോയിരുന്നു ഞാനിത് വായിച്ചു കൊടുക്കുമായിരുന്നു. ചേച്ചി നട്ടെല്ല് പൊട്ടി എല്ലാം നേരെയായി. 3 മാസം കഴിഞ്ഞ് എഴുന്നേറ്റപ്പം പറഞ്ഞു, പശുവിനെ എല്ലാം വിൽക്കുക. എന്നിട്ട് ശാഖയിൽ ചെന്ന് പറഞ്ഞു, എന്നാണെന്നറിയാവോ, ഞാനില്ലേ വനിതാ സംഘത്തിൽ ചേരുക. ചേച്ചി വനിതാ സംഘത്തിൽ ചേർന്നു. അല്ല, നമ്മൾ അറിയേണ്ട കാര്യമാണ്. വനിതാ സംഘത്തിൽ ചേർന്നു. ചേച്ചിയോളം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി വേറെ ഇല്ലായിരുന്നു. ചേച്ചിയുടെ ജാതകം എന്നോട് പറഞ്ഞു, മായമ്മേ, ജാതകത്തിൽ എനിക്ക് 55 വയസ്സ് കഴിഞ്ഞ് ശുഭം, പക്ഷേങ്കിൽ അതിൻ്റെ മധ്യത്തിൽ നീ വന്നതാണ് ഞാൻ രക്ഷപ്പെട്ടത്. 55 വയസ്സായപ്പോൾ ചേച്ചി മരിച്ചു. മരിക്കാൻ നേരത്തും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് നല്ലത് തന്നത് നീയാണ്. കാരണം അന്ന് വരെ ഞാൻ പശുവും വീടും, അതാണ് പറഞ്ഞത്, പശു, വീട്, കൂട്, ജീവിതം, അതുമാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. കാശുണ്ടാക്കി മക്കളെ പഠിപ്പിക്കണം, മക്കളെ വളർത്തണം, നല്ല വീട് വെക്കണം, അങ്ങനെയുള്ള ചിന്തകളിൽ മാത്രം. എപ്പോഴാണ് നമ്മെ അങ്ങോട്ട് വിളിക്കുന്നതെന്ന് നമ്മൾ അറിയുമോ? ആ വിളിക്കുന്ന കാലത്ത് സന്തോഷത്തോടു കൂടി, സമാധാനത്തോടു കൂടി, തൃപ്തിയോടുകൂടി ഈശ്വരൻ ഈ ജീവനെ ഈ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുമ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടി ഒന്ന് ഇതിൽ നിന്ന് വേർപെട്ട് പോകണം. വേണ്ടേ? ഈ ആത്മാവിനെ സന്തോഷത്തോടു കൂടി വേർപെടുത്തുവാൻ നമുക്ക് സാധിക്കണം. മരണത്തെ ഭയമില്ലാതാകണം. ഗുരു പറഞ്ഞതുപോലെ ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം, ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല എന്ന് വെറുതെ പറഞ്ഞതല്ല. ഈശ്വരനെ ഒന്ന് അറിഞ്ഞു നോക്കൂ. എൻ്റെ ജീവിതത്തിലും എനിക്കങ്ങനെയാണ് സംഭവിച്ചത്. എനിക്കറിയാം, ഞാൻ അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ ചിരിക്കാൻ പറ്റുന്നോ ഡോക്ടർമാരാ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? കരയണമോ? ഞാൻ കരയണമോ? കരഞ്ഞിട്ടെന്താ പ്രയോജനം വല്ലതും ഉണ്ടോ? ഈശ്വരൻ എനിക്ക് ഇത്ര നാളെ ജീവിതം തന്നിട്ടുണ്ടെങ്കിൽ അതങ്ങ് പോകും. അതിനെ ഭയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? നമുക്ക് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് മരണത്തെ ഭയക്കാതിരിക്കുക, അല്ലേ?
ജനനത്തിൽ ആർത്തുല്ലസിക്കാതിരിക്കുക. ഇതൊക്കെ ഗുരു പറഞ്ഞു തന്ന കാര്യമാണ്. അതുകൊണ്ട് എന്താണ്, ഇതിനെയെല്ലാം സമഭാവനയോടെ കാണുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. സമഭാവനയോടെ നമുക്ക് കാണണം. ഈശ്വരൻ നമ്മെ ദർശിക്കുകയാണ്. അവൾ എങ്ങനെ, അവൻ എങ്ങനെ, അല്ലേ? അവളുടെ ചിന്താധാരകൾ എങ്ങനെ, അവളുടെ പ്രവർത്തികൾ എങ്ങനെ, അവൻ്റെ പ്രവർത്തികൾ എങ്ങനെ. ഈ കാണുന്ന, അതായത് ചിലവരുണ്ട് വെള്ള പൂശിയ ശവക്കല്ലറകളാണ്, അല്ലേ? നല്ല വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഒക്കെ ധരിച്ച് നല്ല വസ്ത്രങ്ങളും ഒക്കെ ധരിച്ചാണ് നടപ്പ്. പക്ഷേ എന്താണ്, അകം ദുർഗന്ധം വമിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നേരെയാവുന്നില്ല. മറ്റുള്ളവരെ കാണിക്കാൻ നമ്മൾ നേരെയായിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? നമ്മൾ സ്വയം നമ്മൾ മനസ്സിലാക്കി മാറണം. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഗുരുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ, അല്ലേ? അങ്ങനെ ഒരു സാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഗുരു ആരാണെന്ന് മനസ്സിലാക്കണം. സാക്ഷാത് പരബ്രഹ്മമാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഓർക്കണം, പൊരുളെന്നും എന്താണ്, പൊരുളെന്നും ഉടമ്പൊടു മക്കളുയർത്തിരൾ എന്നും ഇതൊക്കെ അനർത്ഥകരം. കരളീന്നു കളഞ്ഞു കരും കടലിൽ പുരളാതെ പൊതിഞ്ഞ് പിടിപ്പതു നീ. ആര് പിടിക്കണം? മക്കളെന്നും ഭാര്യയെന്നും വീടെന്നും കുടുംബമെന്നൊക്കെ ഉള്ള ഇത് അനർത്ഥമാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് ഇതിലേക്കൊന്നും ഒത്തിരി അങ്ങോട്ട് ചെല്ലാതെ നമ്മളെ ഒന്ന് പൊതിഞ്ഞ് പിടിക്കണം ഈശ്വരൻ. വേണ്ടേ? അതിനുള്ള അനുഗ്രഹമാണ് നമുക്ക് വേണ്ടി. അങ്ങനെ പൊതിഞ്ഞു പിടിക്കുമ്പോൾ മാത്രമാണ് ഞാനും ഈശ്വരനും ഒന്നായിട്ട് തീരുന്നത്. അങ്ങനെ ഒന്നായി തീരുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. അങ്ങനെ ആ അനുഗ്രഹത്തിൽ നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അല്പസമയമെങ്കിലും, ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂറും ഗുരുദേവ കൃതി വായിക്കാൻ ഞാൻ പറയുന്നില്ല. എന്ത് ചെയ്യണം? ഒരു 10-15 മിനിറ്റ് ഒരു കൃതിയുടെ 4 വരി വായിക്കുവാൻ അത്രയും പോരെ? 4 വരി കാണാതെ പഠിക്കാൻ അത്രയും പോരെ? മതി, അല്ലേ? ഒരു 15 നിമിഷം ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ 1 വർഷം കൊണ്ട് ഇത് മുഴുവൻ തീർക്കാലോ. അടുത്ത തീർത്ഥാടനം വരുമ്പോൾ ഞാൻ എൻ്റെ ഗുരുദേവ കൃതികൾ മുഴുവൻ കാണാതെ പഠിച്ചിരിക്കും. അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട്, ചുമ്മാ പഠിച്ചാൽ പോരാ, ഇത് ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരുവാൻ നമ്മളെല്ലാവരും ശ്രമിച്ചുകൊണ്ട് ഈ കൃതികളെ മൊത്തത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിലൊന്നും അവതരിപ്പിച്ചിട്ടില്ല. ഏതാനും കാര്യങ്ങൾ മാത്രം എടുത്തു പറഞ്ഞ് ഗുരുവിനെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ഇതൊരു പൂർണ്ണമായ അന്വേഷണമോ പൂർണ്ണമായ പഠനമോ ആണെന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. ഏതാനും നിമിഷം കൊണ്ട് ഏതാനും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. എന്നിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും ഭഗവാൻ ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെല്ലാം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നിന്നും കടമെടുത്തു അതൊക്കെ തിരികെ ആ പാദത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കുന്നു.